ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഏറെ ആദരവോടുകൂടി നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ അജ്മിക്കുട്ടിക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് നൽകണം. ചെറിയൊരു ചെവി വേദന കൊണ്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഇന്ന് ക്ലാസ് വരണ്ടെന്ന് പറഞ്ഞു, റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞതാ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അജ്മിക്കുട്ടി എന്ന് പറയുന്നത് ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ടല്ലോ കേട്ടോ, ഞാൻ അങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. എല്ലാവരുടെയും ഒരു പ്രാർത്ഥന, ഒരു ബ്ലെസ്സിങ് ഉണ്ടാവണം കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാളുടെ. താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇന്നത്തെ വളരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ എന്താ പറയാ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, എവിടെയാണ് നമ്മൾ മാറ്റപ്പെടേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻസുകൾ, നമ്മുടെ ചിന്തകളിൽ നിന്നും വാക്കുകൾ ഉണ്ടാകുന്നു, വാക്കുകളിൽ നിന്നും പ്രവൃത്തികൾ ഉണ്ടാകുന്നു, പ്രവൃത്തികളിൽ നിന്നും ഈ പ്രവൃത്തികളാണ് ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് ഫണ്ടമെന്റൽ ഓഫ് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. തോട്ട്സ് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം ആക്ഷൻ, ആക്ഷൻ ബിക്കംസ് ലൈഫ്. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ ആകെ കൂടി ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യത്തിലാണ്, നമ്മുടെ ചിന്തകളിൽ. ചിന്തകൾ മാറുമ്പോൾ ജീവിതം മാറും. ഇതാണ് ജേർണി ടു ഹാപ്പിനെസിന്റെയും ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ഒരു ചെറിയ വാക്ക് മാറ്റം വരുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇതല്ലല്ലോ അവിടെ ഉപയോഗിക്കേണ്ട വാക്ക്, മറ്റൊന്നാണ്. എന്തുകൊണ്ട് ആ വാക്ക് അവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ, കാലങ്ങളായിട്ട് നമ്മൾ അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ടാണ്. അപ്പോൾ ആ ശീലമാണ് നമ്മളെ ഇങ്ങനെയാക്കിയതെങ്കിൽ നമ്മൾ മാറണം. നമുക്ക് മറ്റൊരു ജീവിതം, മറ്റൊരു മനുഷ്യനായി മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ശീലങ്ങളെയാണ് മാറ്റേണ്ടത്. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്നുള്ള പുസ്തകത്തിന്റെ ഫണ്ടമെന്റൽ ഇത് തന്നെയാണ്. ഡെയിലി ഹാബിറ്റ്സുകളെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ശുഭചിന്തകളെ നിറച്ചുകൊണ്ട്, അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും പുസ്തകം എല്ലാവരും കയ്യിലും ഉണ്ടാവും അല്ലെ. ഇല്ലാത്ത പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പഴയ എഡിഷൻ ഞാൻ കാണിക്കാം. ഇതാണ് ആ പുസ്തകം. ഇതിൽ 108 ദിവസത്തെ പ്രാക്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത്. 105 ദിവസത്തെ പ്രാക്ടീസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ ദിവസവും ഓരോ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒബ്വിയസ്ലി ആയിട്ട് നമ്മൾ പോസിറ്റീവ് നമ്മളിൽ നിറക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു റിസൾട്ട്. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളെ മാറ്റണമെങ്കിൽ എന്ത് മാറണം? ഒന്ന് ടൈപ്പ് ചെയ്യാവോ? നമ്മൾ പറയുന്ന വാക്കുകൾ അതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എവിടെയാണ് മാറ്റം ഉള്ളത്? പറയുന്ന വാക്കുകളിലാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ മാറ്റം ഉണ്ടാവണം. എവിടെ മാറ്റം ഉണ്ടാവണം? യെസ്, അല്ല, എന്തിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്? അപ്പോഴാണ് വാക്കുകൾ മാറുന്നത്. മൈൻഡ് അല്ല. മൈൻഡ് എന്ന് പറഞ്ഞ വാക്കുകളും മറ്റെല്ലാം കണക്റ്റീവ് ആയിട്ടുള്ള സാധനത്തിലാണ് മൈൻഡ് എന്ന് പറയുന്നത്. ചിന്തകളിൽ, നമ്മുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടായാൽ നമ്മുടെ വാക്കുകളിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ ചിന്തകളിൽ മാറ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇയാൾ നല്ല ചിന്താഗതിക്കാരനാണ് അല്ലെങ്കിൽ ഇയാൾ മോശം ചിന്താഗതിക്കാരനാണെന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാനുള്ള വഴി അയാളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതമാണ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് വേണ്ട വാക്കുകളെ പറയാൻ ശ്രമിക്കണം. ആ ജീവിതത്തിലേക്ക് വേണ്ട വാക്കുകളെ പറയാൻ ശ്രമിക്കണമെങ്കിൽ എന്ത് മാറണം? നമ്മുടെ ചിന്തകൾ മാറണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അൺമ്യൂട്ട് ചെയ്തോളൂ. സംസാരിക്കാനുള്ളവർ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തോളൂ. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നടന്ന കാര്യങ്ങൾ പറയാൻ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, ഇല്ലെങ്കിൽ നേരെ ക്ലാസ്സിലേക്ക് പോകും. യെസ്, പറഞ്ഞോ ഗീത, പറയാനല്ലോ പറഞ്ഞോ. ഞാൻ ഗീത, ഞാൻ എഴുക്കരേന്നാണ് ജോയിൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. വളരെ സന്തോഷം. യൂട്യൂബിൽ കണ്ടിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. പിന്നെ ഞാൻ വേറൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറൊരു ഇതേപോലത്തെ ഒരു ക്ലാസ്സില്. പക്ഷെ സാറ് പഠിപ്പിക്കുന്ന പോലെ ഇതേപോലത്തെ ടെക്നിക്കുകളൊന്നും യൂട്യൂബ് വഴിയൊന്നും അവര് കൊടുക്കാറില്ല. ഓരോ ആളും വ്യത്യസ്തമായ രീതിയിലായിരിക്കുമല്ലോ. അത് അവരെ മെത്തേഡാണ്. എന്തായാലും അവർ അൾട്ടിമേറ്റ്ലി അവരും
ക്ലാസ്സിൽ ചേരുന്നവർക്ക് റിസൾട്ട് നൽകുന്നുണ്ടോ, റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നൽകുന്നുണ്ട്. ഇതേപോലത്തെ ടെക്നിക്കുകളൊക്കെ ഫീസ് കൊടുത്ത് കയറുന്നവർക്ക് മാത്രമായിട്ട് കൊടുക്കുള്ളൂ. സന്തോഷം. അല്ലാതെ യൂട്യൂബില് കൊടുക്കില്ല. സാറ് അത് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾക്കും ഇവിടെ ഫീസുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന കുറവാന്നേ ഉള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ ഫീസുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതും കൂടി വേണം. അത് അവിടെ മാത്രമായിട്ടല്ല, എല്ലാവർക്കും ഫീസ് തരുന്നവർക്കും പഠിപ്പിക്കുന്നുണ്ട്, ഫീസ് തരാതെയും പഠിക്കാം, ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾക്ക് ഗുണം ഉണ്ടാവണം. അത് ഫീസ് തന്നിട്ടായാലും ഫീസ് തന്നിട്ടില്ലെങ്കിലും ഗുണമുണ്ടോ എന്നാൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് എനിക്ക് ഗുരുദക്ഷിണ ലഭിക്കും. ഗുണമില്ലേ, എനിക്ക് ഗുണം കിട്ടുന്നില്ലേ, പിന്നെ ഞാൻ ഈ ചെയ്തത് കൊണ്ട് ഒരു ഗുണവും എനിക്കുമില്ല നിങ്ങൾക്കും ഇല്ലാതെ ആവും. അപ്പോ പ്രാക്ടീസ് ചെയ്യുക, ഗുണം എടുക്കുക കേട്ടോ. ഫീസുള്ള ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് അതുപോലത്തെ ക്ലാസ്സിനെ പറ്റിയിട്ടാണ്. അതിൽ ജോയിൻ ചെയ്യുക എന്നിട്ട്. ഓക്കെ, താങ്ക് യു ഗീത. എപ്പോഴും ഉണ്ടാവുക. നമ്മള് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? താങ്ക് യു. ഓക്കെ. ഇത്രയും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് വോയിസ് കേൾക്കുന്നില്ലെങ്കിൽ മേരി സൗമ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീജോയിൻ ചെയ്തോളൂ. വോയിസ് കേൾക്കും കേട്ടോ. വോയിസിൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞോളൂ അമിത, പറഞ്ഞോളൂ. അമിത എന്താ പറഞ്ഞോ പറയാനുള്ളത്? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ സാറെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്പർ ഇതില് കമന്റിൽ വന്നപ്പോ ഞാനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ് സൂമിൽ ലിങ്ക് അവരിട്ടപ്പോ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയതാ. ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ പറഞ്ഞോളൂ. ഞാൻ വേറൊരു ക്ലാസ്സിലായിരുന്നല്ല, സാറിനോട് പറഞ്ഞില്ല, എനിക്ക് ഈ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴത്തേന് എന്റെ കാലേ കൂടെ എന്തോ ഒന്ന് കയറി വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാനിവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെയും നടുവിന് വേദനയും കൊണ്ട് ഞാൻ എന്നിട്ട് സാറ് വീഡിയോയിൽ കാണുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ചാരിയിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്റെ കാലേ കൂടെ എന്നാ കയറി വരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് ഉറക്കം തീർത്തും കുറവായിരുന്നു. ഈ മോളായിരുന്നു എന്റെ കാലയില് എന്തെങ്കിലും ഒന്ന് തൂക്കും, പിന്നെയാണെന്ന് മയങ്ങും. അങ്ങനെ കിടന്ന ആ അവസ്ഥയെല്ലാം എനിക്ക് നന്നായിട്ട് മാറി. ഇപ്പൊ എനിക്ക് നല്ല ഉറക്കം. പിന്നെ ഇപ്പോഴത്തേനും എന്റെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ, ഒരാൾ എന്റെ വീട്ടിൽ വന്ന് കണ്ടിട്ട് എന്റെ വീടിന്റെ പിക്ചർ എടുത്ത് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞപ്പോ അവരെ ഒരു ലൈക്ക് പോലും അടിക്കാതെ, ഈ കഴിഞ്ഞ ദിവസം ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു കൊച്ച് എന്നെ വിളിച്ചു. അപ്പൊ അതിനകത്ത് ഭയങ്കര ഒരു പണപ്പാട്ടിയുണ്ട്. 4 കിലോ സ്വർണം അവരുടെ വിഭാഗത്തിന് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ടാ. അവര് ഗ്യാതറിങ്ങിന് പോയപ്പോഴത്തേന് അവർക്ക് എന്തോ ഈ കൂട്ടുകാരിയിൽ ഒരാൾക്ക് ഭയങ്കര പൈസയ്ക്ക് ആവശ്യം വന്നു. ഉടനെ അവര് പറഞ്ഞു ലീലാമ്മ മാഡത്തിനോട് ചോദിച്ചാ എന്തെങ്കിലും സഹായിക്കും എന്നൊക്കെ പറഞ്ഞു. ഇവര് സ്നേഹത്തിൽ എന്നെ വിളിച്ചു. സാറേ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ അങ്ങനൊന്നും പറ്റുന്ന അവസ്ഥയല്ല, സാറിന് എന്റെ കാര്യങ്ങൾ അറിയാമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേന് 2 ദിവസം കഴിഞ്ഞ് ആ ക്ലാസ്സിൽ നിന്ന് അവര് വന്ന് സ്നേഹമായിട്ട് നിന്ന് കരയുകയും പറയുകയൊക്കെ ചെയ്ത് എന്നോട് പറഞ്ഞു ഇൻട്രസ്റ്റിന് എവിടെ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമല്ലോ, ഞാൻ പോയി ചോദിക്കാൻ പറ്റുമോ 2 ലക്ഷം രൂപ? ഞാൻ ഈ ഒരു ഏരിയയിൽ ഒരു മാന്യമായിട്ട് താമസിക്കുന്ന ആളാ, ഞാൻ ഒരിടത്തും പോയി അങ്ങനെ പൈസ ചോദിച്ചും വാങ്ങി. സാറേ പിറ്റേ ദിവസം എന്നെ എടുത്തിട്ട് ചീത്ത. അന്ന് സ്നേഹമായി കരഞ്ഞു വിളിച്ചവര് എവിടെ പോകുന്ന പ്രശ്നങ്ങളും എന്റെ പുറകെ എന്നെ തേടി വരുന്നു. ഇത് ഞാൻ മിണ്ടാതിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നേച്ച് പൈസ ചോദിക്കരുതെന്നല്ലേ സാറ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു, നിങ്ങളന്നേരം അങ്ങനെ കാണിക്കാവോ എന്ന് ചോദിച്ചു. മേം എവിടെ നിന്നേലും മേടിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല, എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ, അതെന്നതാണെന്ന് ഞാൻ പറയാൻ പോയില്ല. അന്നേരം ഞാൻ പറഞ്ഞു അവിടെ സാറ് പ്രത്യേകം പറയായിരുന്നു, ലാലു സാറിന്റെ ക്ലാസ്സിലായിരുന്നു, നിങ്ങൾ സാമ്പത്തിക ഇടപാടൊന്നും ചെയ്യരുത്. അപ്പൊ പറഞ്ഞു കൊടുത്ത ആളെന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ, നിങ്ങൾ ലീലാമ്മ ഒരു കോടീശ്വരിയാ, അതുകൊണ്ട് പൈസ ചോദിച്ചോളാൻ പറഞ്ഞു. അവര് 4 കിലോ സ്വർണ്ണം, അവര് ഭയങ്കര പണക്കാര. അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ചീത്ത കേൾക്കേണ്ടതെന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ജയമാമനുള്ളതിന്റെ ഒരു 4-1 പോലും എനിക്കില്ല. അന്നേരം എന്നോട് പറഞ്ഞു നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ആരും സാമ്പത്തികം ഇല്ലാത്തവരാണ് പറയരുതല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അങ്ങനെ സാറേ എനിക്ക് എവിടുന്ന് പോകുന്ന പ്രശ്നവും എന്നെ തേടി വരുക, വെറുതെ ഇരിക്കുന്ന എനിക്ക് ഇപ്പോഴും അങ്ങനെ പ്രശ്നം നിങ്ങൾക്ക് തുടരുന്നു എന്നാണോ ഈ പറയുന്നത്? അതെ സാറേ, എവിടുന്ന് വഴിയെ ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്നോട് അങ്ങനെ മിണ്ടുക പോലും ഇല്ലായിരുന്നു. എന്നിട്ട് എന്റെ ഈ വീട് കണ്ടിട്ട് അവരൊരു ലൈക്ക് പോലും അടിച്ചില്ല. ഞാൻ ഈ 1 മാസം നിന്നിട്ടും അവിടെ ക്ലാസ്സിനകത്തൊരു കുഴപ്പമുണ്ട്. ഇവര് തമ്മില് എല്ലാരും ലീലമ്മ ഷാജിയോട് ഞാൻ ആദ്യം വന്നപ്പോഴും പറഞ്ഞിരുന്നു നിങ്ങളിൽ ചില കാര്യങ്ങൾ റിമൂവ് ആവാനുണ്ട്. ആ റിമൂവ് ആവാതെ നിങ്ങൾക്ക് ഇതിനകത്ത് പുറത്തു കടക്കാൻ പറ്റില്ല. ക്ലാസ്സിൽ വന്നിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ലീലമ്മ. ചില പ്രാക്ടീസുകൾ വളരെ സ്ട്രോങ് ആയി ചെയ്തിട്ട്
നിങ്ങൾ ആ നെഗറ്റിവിറ്റീസിനെ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ആ വഴിയെ പോകുന്ന എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങളിലേക്ക് കയറി വരും. കാരണം നിങ്ങളിപ്പോ നിലവിൽ നിൽക്കുന്നത് നെഗറ്റിവിറ്റിയുള്ള ഒരു മാഗ്നറ്റ് ആണ്. അപ്പോൾ വഴിയെ പോകുന്ന എല്ലാ നെഗറ്റിവിറ്റിയും അവിടെ വന്നു ചേരും. ഇതിനെ മാറ്റാത്തത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും പഠിപ്പിക്കാറുണ്ട്, പണ്ടൊക്കെ ഇപ്പൊ ക്ലാസ്സിൽ പറയുന്നത് കുറവാണ്. ഒരു കാലങ്ങളായിട്ട് ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ വെള്ളം ഓട്ടോമാറ്റിക് എന്തായി തീരും? മാലിന്യമായി തീരും. അപ്പോൾ അതിലേക്ക് എന്ത് വന്നാലും അത് മാലിന്യപ്പെട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് നല്ല ഒരു ഈച്ചയും വരില്ല. അതിലേക്ക് കൊതുകും പാമ്പാറ്റയും പോലുള്ള വേണ്ടാത്ത സാധനങ്ങളെ അതിലേക്ക് വന്നിരിക്കുള്ളൂ. ആ വെള്ളം മാറ്റാത്തിടത്തോളം കാലം അതിനകത്ത് നല്ല ഒരു പരാഗണോ ഒരു ജീവിയും വരുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് മാറ്റണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കുള്ള കണക്ഷൻസ് എല്ലാം അത് തന്നെയാണ്. നിങ്ങളിൽ ആര് വന്ന് സംസാരിക്കുന്നുവോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇത് എന്റെ അതേ ഇതാണ്, ഞാൻ മാറാത്തിടത്തോളം കാലം എന്റെ ചുറ്റുവട്ടം മാറില്ലെന്ന്. ലാലു സാറിന്റെ ക്ലാസ്സിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളൊന്നും നമ്മുടെ ഗ്രൂപ്പിലും, ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത് ഇവിടെയും വീണ്ടും പറയണു, ഞാൻ പലവട്ടം ക്ലാസ്സിൽ പറഞ്ഞതാണ്. എനിക്കറിയുന്നുണ്ട് ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്ര പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാട് നടത്തുന്നുണ്ട്. എനിക്ക് പ്രൂഫുകളുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറയാത്ത, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ചെയ്യുന്നതല്ല, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെ അറിയുക. ഇത്രയും വ്യക്തമായിട്ടും വളരെ സ്പഷ്ടമായിട്ടും പറഞ്ഞു തരുന്ന എന്റെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് അത് ഒരേ ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ? അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തിരിച്ചറിവ് ഉണ്ടായിട്ടും ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന എത്ര പേര് സാമ്പത്തിക ലാഭത്തിനും ബന്ധലാഭത്തിനും വേണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതറിയാത്ത പൊട്ടണമൊന്നുമല്ല ഞാൻ. ഇവിടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലാസ് കഴിഞ്ഞാലും പരസ്പരം വ്യക്തിപരമായി ചാറ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഇതറിയാത്തൊന്നുമല്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ മാറ്റം ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാറുവിൻ 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് അവനവൻ തീരുമാനിക്കണം, അല്ലാതെ ഒന്നുമില്ല. എനിക്കും ചെയ്യാം, നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഇന്ന കാര്യമാണ് നിങ്ങളിലുള്ളത്, ഇത് മാറ്റിക്കോളൂ. ഇന്ന് സ്വഭാവം നിങ്ങൾക്ക് ഗുണകരമാവില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റും. ഇത് കൃത്യമായി പറ്റും. ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇവിടെ കല്ല് ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കല്ല് തൃശ്ശൂർന്ന് ഞാൻ 250 ആൾക്കാർക്ക് വേണ്ടി കല്ല് വന്നപ്പോൾ 350 കല്ലും കൊണ്ടുപോയ ആൾക്കാരുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷം. എന്നിട്ട് ഞാൻ അതിനൊന്നും പറഞ്ഞില്ല, കൊണ്ടുപോക്കുന്നു. എന്നിട്ട് ഇവിടെ കല്ല് ബിസിനസ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് അയച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? ഒരു കാര്യമില്ല. കാരണം ആ കിട്ടിയ കല്ലുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ലെന്ന് വാങ്ങിക്കുന്ന ആൾക്കും അറിയാം, കൊടുക്കുന്ന ആൾക്കും അറിയാം. കാരണം നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുന്ന ഒരു കല്ലുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ചെയ്തിട്ട് എന്താ കാര്യം? ഇതെനിക്ക് അറിയാവുന്നതാണ്, അറിയാത്തതല്ല. എന്നിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ചെയ്യരുത്, ഗുണമില്ല. കാരണം ഇതിനകത്ത് ഒരു ഗുണവും, ഈ കൊടുക്കുന്ന ആൾക്ക് ഗുണമുണ്ടോ? അതും ഇല്ല. ലഭിക്കുന്ന ആൾക്ക് ഗുണമുണ്ടോ? അതും ഇല്ല. പിന്നെന്തിനാണ് ചെയ്യുന്നത്? മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സ്വയം മാറണം. അത് അറിയില്ലെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞു തരാം. പേഴ്സണായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റും? സംസാരിക്കാം. അബ്ദുൽ മജീദ്, ഒരു മിനിറ്റ് കേട്ടോ, സംസാരിക്കും. അപ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഫ്രീ സെഷൻ കൊടുക്കുന്നതിന് ഉദ്ദേശം ഇത് തന്നെയാണ്. എല്ലാവർക്കും പൈസ കൊടുത്ത് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ എല്ലാ ദിവസവും ഫ്രീ ക്ലാസ് തരുന്നത്. എന്നിട്ട് അവിടെ നിന്നിട്ട് പഠിച്ചോളൂ. എന്നിട്ട് പറ്റുന്നില്ലേ 1 to 1 എടുത്തോളൂ, ഞാൻ പറഞ്ഞു കാണിച്ചു തരാം എന്നതാണ് നിങ്ങളുടെ വിഷയം. ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തരാം. എനിക്ക് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പറയണോ? അങ്ങനെയും പറഞ്ഞു തരാം. ഏത് രീതിയിൽ വേണം പറയാം. പക്ഷെ തീരുമാനം നിങ്ങളുടേതാണ്, എന്റെ അല്ല. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നിലമ്മ ഷാജി ശ്രദ്ധിക്കുക. നിങ്ങളിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഞാൻ ആദ്യമേ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങളാണ് നിങ്ങളെ അങ്ങനെ ആക്കി കളയുന്നത്. നിങ്ങൾ നല്ല ഒരു കഴിവുള്ള ഒരാളാണ്, നല്ല ബുദ്ധിമുള്ള ആളാണ്. പക്ഷെ നിങ്ങൾ ജീവിച്ചു വന്ന സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആയത്. ഇനിയെങ്കിലും മാറാൻ ശ്രമിച്ചോളൂ. വയ്യ പോകുന്ന ഒരു വയ്യാവേലി നിങ്ങളിൽ വരില്ല. നിങ്ങളായിട്ട് ഏണി വെച്ച് അങ്ങോട്ട് കയറി ചെല്ലാതിരുന്നാൽ മതി. ബാക്കിയെല്ലാം നന്നായി വരും. ക്ലാസ്സിലേക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ്, എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കിത് കൃത്യമായി അറിയാം, ആര് എന്ത് എന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാനിവിടെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും എന്നോട് ചാറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും തോന്നും, ഇവിടെ ഇരിക്കുന്നവരും ഇവിടുന്ന് പോയവരും ഇനി ഇതിനകത്ത് ഇവിടെ വരാതെ ചുറ്റിക്കളിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. ഇതെല്ലാം കൃത്യമായി അവരെ പ്രൂഫ്, ഈവൻ നിങ്ങൾ ചെയ്ത ചാറ്റ് അടക്കം എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. സമയം വരുമ്പോൾ ഞാൻ പറയും, അവർ വരും. ചിലതിനെ ഞാൻ തള്ളും, അവരെ പൂർണ്ണമായി തള്ളിക്കളയും. ഇവിടെ നിന്നുകൊണ്ട് ആൾക്കാരെ വലിച്ചു കൊണ്ടുപോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം, അവരെ ഞാൻ തള്ളിക്കളഞ്ഞു. കാരണം അവർക്ക് വേണമെങ്കിൽ മാറുക എന്നേ, പിന്നെ എന്താ ചെയ്യാ? ഒരു ഗുണമില്ല. ഡിലമ്മ ഒരു ഗുണം ധൈര്യപൂർവ്വം
മുമ്പോട്ട് പോയിക്കോ. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം, തള്ളിക്കളയേണ്ടടുത്ത് തള്ളുക തന്നെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ യാത്രയിൽ പുറകെ വരുന്ന ഏതിനെയും എന്ത് ചെയ്യണം? ആരും മറക്കണ്ട ആ വാക്ക്. ഇത് ആർക്കും മാറ്റണം, വെട്ടിക്കളയുക തന്നെ വേണം. അങ്ങനെ ഒരു ബന്ധം നമുക്ക് എവിടെയും വേണ്ട കേട്ടോ സാറേ. ഞാൻ ആ ക്ലാസ്സിൽ കയറുന്ന ഉടനെ ലാലു സാറ് എന്നെ വിളിക്കുമായിരുന്നു, ലക്ഷ്മി വന്നു എന്നെ ലീലാമ്മയെന്ന് വിളിക്കുകയില്ല, എല്ലാം എപ്പോഴും പറയുന്നത് സിനിമാ നടി ലക്ഷ്മി വന്നു, കയറിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറെ പേർക്ക് എന്നോട് അസൂയ. ഞാൻ അതുകൊണ്ടൊക്കെ ക്ലാസ് ചെയ്ത് ചാടിപ്പോകുന്നത്. അവിടെ നിന്നാ ശരിയാകത്തില്ലെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും. നോക്കൂ, ഇത് നിങ്ങൾ അല്ല, നോക്കൂ. ഓക്കെ, ഒരു മിനിറ്റ്, അബ്ദുൽ മജീദ് സംസാരിച്ചോളൂ. ഓക്കെ, കുഴപ്പമില്ല. ഞാന് സാറിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? വീഡിയോ ഓക്കെ, വേണ്ട. ഓക്കെ, കുഴപ്പമില്ല. പറഞ്ഞോളൂ. ഞാനിപ്പോ വണ്ടിയിലാണ്. കുഴപ്പമില്ല സാറേ, പറഞ്ഞോളൂ. പുറത്താണ്. ഞാനിപ്പം 5-6 മാസമാണ്. ഞാനിപ്പോ ഹോട്ടലിൽ ജീവനക്കാരനാണ്. 55 വയസ്സുണ്ട്. മസ്കറ്റിലൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് അവിടുന്ന് വിടേണ്ടി വന്നത്. വണ്ടിയൊക്കെ വലിയ അപകടത്തിൽ ഒരു കാഞ്ഞില് പോലായി. എനിക്കൊന്നും സംഭവിച്ചില്ല, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ വന്ന് എനിക്ക് ഒരുപാട് കടങ്ങളും ബാധകളും ഒക്കെ ആയി. ഇപ്പൊ 10-50 രൂപ അടുത്തോളം ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് കാണണമെന്നും, അങ്ങനെയാണ് സാറിന്റെ എന്തെങ്കിലും ഒരു മാർഗം ഈശ്വരൻ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു ആവലാതി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊന്നും മാറ്റം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പലവരുടെ വീഡിയോ കണ്ടെങ്കിലും അതിനകത്തൊരു അറ്റാച്ച് തോന്നിയില്ല. സാറിന്റെ വീഡിയോ 1-2 വട്ടം കണ്ടപ്പോഴാണ് എനിക്കെന്തോ ഈശ്വരന്റെ ഒരു വലിയൊരു അനുഗ്രഹം സാറിലുണ്ട് എന്നൊരു ഇത് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പിന്നെ സാറിന്റെ വീഡിയോ ഫോളോ ചെയ്യാനും, അതിനുശേഷം ഞാൻ ജോലിയിൽ നിന്ന് മാറി വണ്ടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അതിനകത്ത് ചെറിയൊരു കച്ചവടമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ചില സമയങ്ങളിൽ വളരെ ദയനീയ അവസ്ഥ വരും. എങ്കിലും സാറിന്റെ ഒരു മുഖം ഉള്ളതിന്റെ പേരിൽ ആത്മഹത്യ ഒന്നും ചെയ്യാൻ വേണ്ട. അത് നമുക്ക് ഏതായാലും സാധ്യമല്ലല്ലോ, വിജയിക്കണം. എല്ലാവരുടെയും ഒറ്റപ്പെടുത്തി അതിന്റെ നൊമ്പരങ്ങള് സാറിന്റെ ബുക്കിലൂടെ പഠിച്ച് മനസ്സിലാക്കി. അപ്പം അവരുടെയൊക്കെ മുന്നിൽ ഇനി എന്ത് ഒരു സാമ്പത്തികമായ വിഷയം തന്നെയാണ്. ഈശ്വരൻ ഉണ്ട് എന്നുള്ള സമയത്തായിരുന്നു ഞാന് അന്നെ മുൻനിർത്തിയാണ് അന്നും കൊടുത്തത്. ഇപ്പൊ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ ഒരു കല്യാണം വന്നപ്പോൾ നമ്മളോട് ഒരു എന്തോ ഒരു കുറവ് പോലെ, ഒരു ഒറ്റപ്പെടുത്തൽ പോലെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാമ്പത്തികത്തിന്റെ ഒരു വലിയൊരു ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ടെല്ലാം വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി മുന്നോട്ട് പോകണം. അതിനാണ് ഞാൻ എന്തിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നത്. സാറിന്റെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം. സാറിനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അബ്ദുൽ മജീദ് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ നിന്ന് ബാക്കി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് തിരിച്ചറിയുക. നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് ഉയരാനും ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒറ്റ കാര്യം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഒരു മരം നടുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു വള്ളിയും നടുകയാണെങ്കിൽ ഏതിനായിരിക്കും ശക്തി? മരത്തിനായിരിക്കും. നിങ്ങൾക്ക് വള്ളിയാവണോ മരമാകണോ? മരമാകണം. അപ്പോൾ മറ്റുള്ള വേണമെങ്കിൽ ചാഞ്ഞോട്ടെ, നമ്മൾ അങ്ങോട്ട് ചായണ്ട. ചാഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ മരം ഒന്നിനും കൊള്ളത്തില്ല. അതെ, അല്ലേ? അപ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ മാത്രമേ ശക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. കുടുംബത്തിലും ഈ കുടുംബം എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ എന്താണ്? ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മളെ ഉയർത്താനായിട്ട്, നമ്മളെ ഉത്തേജിപ്പിക്കാനായിട്ട് ആരാണോ നമ്മളെ സഹായിക്കുന്നത് അവര് മാത്രമാണ് നമ്മളെ ബന്ധുക്കൾ. മറ്റുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മറ്റുള്ളവര് നമ്മൾ ഒരു പേരും വിളിക്കണ്ട. അവര് അങ്ങനെ ലോകത്ത് പല ആൾക്കാരും ഉണ്ട്. അത് നമ്മൾ എന്തിനു ബോധർ ചെയ്യുന്നു? നമുക്ക് ഗുണകരം കൃത്യമായി മനസ്സിലാക്കുക. ഇതിനെ നിങ്ങൾ മറ്റേത് രൂപത്തിൽ വിളിച്ചാലും മനസ്സിലാക്കുക. നമുക്ക് ഗുണകരമായി മാറുന്ന പ്രവർത്തനങ്ങളിൽ ആരാണോ നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് അവരുടെ പേരാണ് ബന്ധുക്കൾ. മറ്റുള്ളവരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നോട്ട് പോവാം. പിന്നെ രണ്ടാമത്, ജീവിതം എന്ന് പറയുന്നത് പൊരുതി നേടേണ്ട ഒന്ന് തന്നെയാണ്. അവിടെ നമ്മൾ ജനിച്ചത് നമ്മളുടെ, മറ്റൊരു ഇത് പറയാം, ജനിച്ചത് നമ്മളുടെ ആരുടെയും തീരുമാനമല്ലെങ്കിലും അല്ല എങ്കിൽ മരണവും നമ്മുടെ തീരുമാനമാവരുത്.
അങ്ങനെ ഒരിക്കലും ഒരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അയാളുടെ ഏറ്റവും വലിയ ഭീരുത്വം. ഭീരുവായി ജീവിക്കണം തീരുമാനിക്കുക. ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൽ, ഞാൻ എപ്പോഴും പറയും ഒറ്റപ്പെടുത്തലാണ് ഏറ്റവും വലിയ ഗുണകരമായ കാരണം. കാരണം എന്താണെന്നറിയോ? പൈസ ചെലവില്ല, സമയനഷ്ടമില്ല, എന്താ പറയാ, എനർജി നഷ്ടമില്ല, ഒന്നുമില്ല, നമുക്ക് ലാഭം മാത്രം. അപ്പൊ ലാഭം മാത്രം നോക്കുക. ഇപ്പോൾ ഇപ്പൊ എന്ത് കച്ചവടം ചെയ്യുന്നുള്ളത്? ഇപ്പൊ ഞാനിപ്പം ഈ ഹോട്ടലിലേക്കൊക്കെ ഉള്ള ചില ഈ പാത്രങ്ങള് അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങള്, കിറ്റുകള് എറണാകുളത്തു നിന്ന് എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നു. ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കോട്ടെ. അതിന് വലിയ ഒരു ഡിമാൻഡ് ഒന്നും ഇല്ല. പക്ഷെ വളരെ ദയനീയം. എന്തെങ്കിലും മാറ്റം, നമ്മൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. നല്ല ഡിമാൻഡുള്ള സാധനങ്ങളാണ്. ആരാ ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞത്? നല്ല ഡിമാൻഡുള്ള സാധനങ്ങളാണ്. എല്ലായിടത്തും വേണ്ട സാധനങ്ങളാണ്. ക്രെഡിറ്റാണ്, എല്ലാവർക്കും ക്രെഡിറ്റ് വേണം. എല്ലാവരും ഈ ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ പോയിട്ട് ക്രെഡിറ്റ് മേടിച്ചോണ്ട് വരുന്നവരാണ് കൂടുതലും. പിന്നെ ദൂരത്തോട്ടൊക്കെ പോകണമെങ്കിൽ വണ്ടി പാസിംഗ് ഒന്നും ചെയ്തതല്ല, പിന്നെ ഒരു ക്ലാസ്സിൽ കുറച്ചു നേരം കണ്ടിന്യൂ ആൾക്കാര് അതുകൊണ്ട് ക്യാഷ് തന്നിട്ട് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവട്ടെ. ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യോ, കുറച്ചും കൂടി സമ്പത്ത് ഒന്നും കൂടി നന്നാവട്ടെ കേട്ടോ. നിങ്ങൾ ചിന്തകൾ മാറ്റുമ്പോൾ നമുക്ക് ആൾക്കാർ വരും കേട്ടോ. ബിസിനസ്സിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഡോണ്ട് വറി. ഓക്കെ, കൂടെ ഉണ്ടാവും കേട്ടോ. താങ്ക് യു. പത്മം പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു പത്മം. അസ്ലേക്കോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ശബ്ദം ക്ലിയർ, ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോ എല്ലാം റെഡി അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ചില കാര്യങ്ങൾ പഠിപ്പിക്കാം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം അതാണ്. എത്ര പേർക്ക് ഇന്നത്തെ സബ്ജക്റ്റുമായി കണക്ട് ആയിട്ടുണ്ട് നോക്കിയേ. എല്ലാവരും ജോലി ഇപ്പൊ അബ്ദുൽ മജീദ് പറഞ്ഞു തന്നെയാണ് അതിന്റെ പ്രധാന കാര്യം കേട്ടോ. അത് തന്നെ അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. യെസ്, റെഡിയാണ്. പെട്ടെന്ന് ക്യാപ്സ്യൂൾ എടുത്തോളൂ, പറയേണ്ട ആവശ്യം. കമാൺ. എപ്പോഴും മറക്കാത്തൊരു കാര്യം, ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും. അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനവും നിങ്ങൾക്ക് ആർക്കും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇത് വെറുതെ പറയുന്ന വാക്കല്ല. ഓർക്കാതെ എന്താ പറയാ, മനസ്സിൽ ഇല്ലാതെ തന്നെ R5 സിറ്റുവേഷൻ എഴുതിയിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും കൊണ്ടു നടന്നാൽ എന്തായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക? മുഴുനീള വിജയം മാത്രമാണ്. പക്ഷേ വീണ്ടും പറയുന്നു, പക്ഷേ ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലാതെ നടക്കില്ല. എല്ലാവരും ജോലി ചെയ്യുന്ന ഇന്നത്തെ വിഷയം, വെറുതെ ജോലി ചെയ്യരുത്. എല്ലാവർക്കും ഇഷ്ടമാണോ? വെറുതെ ജോലി ചെയ്യാതിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ജോലി ചെയ്യാതിരിക്കുന്നത് എത്ര പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്? അതിനപ്പോ അത്ര മറുപടി പറയില്ല, എല്ലാവരും ഇല്ലാന്നേ പറയുള്ളൂ. കാരണം പണിയെടുക്കലാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സംഭവം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ജോലി ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാരാണെന്ന് അറിയാം. 24 മണിക്കൂർ ഇട്ട് 24 മണിക്കൂറും പണിയെടുത്തോളൂ, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ചെയ്യുന്ന ജോലി എന്താണ് എന്ന്? വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദ വർക്ക് വാട്ട് യു ഡിഡ് ടുഡേ? ഇന്ന് ചെയ്ത വർക്കിന്റെ റിസൾട്ട് എന്താണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറവല്ലേ. ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയത്. ഞായറാഴ്ചയായിട്ട് നിങ്ങളിപ്പോ ഇന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ഞായറാഴ്ച, ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ ചെയ്ത പല ജോലിയുണ്ട്. ശമ്പളം കിട്ടുന്ന ജോലി തന്നെയാണ്, വീട്ടിലെ ജോലിയൊക്കെ ജോലി തന്നെയാണ്. ഇന്ന് ചെയ്ത ജോലിയിൽ എത്ര പേർക്കറിയാം ഇത് എത്രത്തോളം ഗുണകരമായ ആവശ്യമുള്ള ജോലികൾ എത്ര എണ്ണം നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട്? എത്ര എണ്ണം ഇന്ന് ചെയ്തതിൽ ആവശ്യമുള്ളതായിരുന്നു? എത്ര ജോലികൾ വെറുതെ ചെയ്തതുണ്ട്? ഇത് വിശകലനം ചെയ്ത് നിന്നൊക്കെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ആർക്കും അറിയില്ല ഇത്രയും ജോലികളാണെന്ന്. പക്ഷേ ഇതിൽ നിന്നൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ജോലി ചെയ്യുന്ന എല്ലാ ജോലിയിൽ നിന്നും പണം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഇല്ല? എല്ലാവരും ജോലി ചെയ്യുന്ന എന്തിനാണ്? പണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ കറൻസി അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൺലി ദ കൗണ്ടിങ് കറൻസി, വെൽത്ത് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കണ്ട കേട്ടോ, നിങ്ങൾ വിട്ടോളൂ, വെറുതെ സമയം കളയണ്ട അല്ലേ. പിന്നെന്താ പഠിപ്പിക്കാനുള്ള? ഓരോ മിനിറ്റിനും കാശുണ്ടാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് സമയം കളയണ്ട. പിന്നെ ഞാനെന്താ പഠിപ്പിച്ചു തരാ? ഒന്നുമില്ലല്ലോ. നോക്കൂ, ഇപ്പൊ ഞാൻ തന്നെ ഓരോ ആളുടെയും എടുക്കാം.
നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശുണ്ടാവുന്നുണ്ടോ, റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പണി ഇന്നതാണ്. ആ ബോധത്തിൽ നിന്നും നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ? പറയുമ്പോൾ അത്ര കണ്ട് മനസ്സിലാവില്ലെങ്കിൽ എളുപ്പത്തിൽ ചോദിക്കാം. നിങ്ങൾ കിച്ചണിൽ കയറിയിട്ട്, കിച്ചണിലുള്ളവരാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്, അതുകൊണ്ട് പറയാണ്, കിച്ചണിൽ പോകാത്തവരെ പറ്റി കിച്ചണിൽ കയറാൻ നിൽക്കണ്ട ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട്. കിച്ചണിൽ കയറിയിട്ട് ഒരു കറി ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും നിങ്ങൾക്ക് ഒരു കറി ഉണ്ടാക്കി പുറത്തിറങ്ങാൻ എന്നും, പയറ് കറി വെക്കാം എന്ന് തീരുമാനിച്ചിട്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എത്ര നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ആ കറി ഉണ്ടാക്കി, പയറ് കറി ഉണ്ടാക്കി പുറത്തിറങ്ങാൻ പറ്റും എന്നൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. എളുപ്പമുള്ള പരിപാടി, മറ്റൊന്നും ഞാൻ പറയുന്നു. മറ്റൊരാളുടെ ജോലിയെ പറ്റിയിട്ട് ഞാൻ വിശകലനം ചെയ്യുന്നില്ല. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? രണ്ടും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും ഒരു കറി വെക്കണം എന്ന് കരുതി കിച്ചണിൽ പോകുന്നതും ഇന്ന് കറി വെക്കണം എന്ന് കരുതി കിച്ചണിൽ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? കാരണം മറ്റൊരു കാര്യം ചെയ്യുക, പുഷ്പകരേട്ടൻ പോലുള്ള ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് കറിയുടെ കിച്ചന്റെ കാര്യം മാത്രം പറയത്തില്ല, മറ്റൊരു കാര്യം പറയാം. അങ്ങാടി പോവുകയാണ്, അങ്ങാടി പോയിട്ട് ഒരു എന്താ പറയുക, ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ട് വരാം എന്ന് കരുതി അങ്ങാടി പോയിട്ട് വരുന്ന സമയവും വെറുതെ അങ്ങാടിയിൽ പോയിട്ട് വരുന്ന വഴി ഒരു ബ്രെഡ് മേടിച്ച് വരുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവാറുണ്ടോ? രണ്ടുപേരും നമ്മൾ ബാലൻസ് ചെയ്യണം അല്ലെ? കിച്ചണിൽ മാത്രം ഉണ്ടാവൂല്ലേ? സ്വാഭാവികല്ലേ? യെസ്, ഇവിടെ വന്നതുകൊണ്ട് പറയാൻ പറ്റും, ലക്ഷ്യമുണ്ടെങ്കിൽ വേഗം ചെയ്താൻ പറ്റും. സമയവ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പയറ് കറി വെക്കട്ടെ അല്ലെങ്കിൽ കടലക്കറി വെക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് തീരുമാനിക്കാൻ എത്ര സമയം എടുക്കും? രണ്ടും തമ്മിൽ ഒന്നുകൂടി പറയാം. അയ്യോ എന്ത് കറി വെക്കണം എന്ന് അറിയാതെ കിച്ചണിൽ കയറിയിട്ട് ഇങ്ങനെ കറങ്ങിയടിച്ച് 1 മണിക്കൂർ കൊണ്ട് ഒരു കറി വെച്ച് പുറത്തിറങ്ങുന്നുവെങ്കിൽ 1 മണിക്കൂർ സമയം എടുക്കുന്നു കരുതിക്കോ. ഇനി എന്ത് കറി വെക്കണം എന്ന് ആലോചിച്ചതിന് ശേഷം 1 മണിക്കൂർ എടുക്കുന്നെങ്കിൽ ഇന്ന് നമുക്ക് പയറ് കറി വെക്കാം അല്ലെങ്കിൽ കടലക്കറി വെക്കാം എന്ന് കരുതി അത് തീരുമാനിക്കാൻ നമുക്ക് എടുക്കാവുന്ന സമയം മാക്സിമം 2 മിനിറ്റ് 3 മിനിറ്റ് തീരുമാനിച്ചിട്ട് കിച്ചണിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സമയം പയറ് അല്ലെങ്കിൽ കടല വേവാനുള്ള സമയമാണ് അല്ലെ? മാക്സിമം പോയി 1/2 മണിക്കൂർ 3/4 മണിക്കൂറിന് പരി തീരുവോ ഇല്ലയോ? ചിന്തിക്കാൻ വളരെ കുറച്ച് സമയം മതി. പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടായാൽ കുറേ സമയം കറങ്ങി വരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ വെറുതെ ടൗണിൽ പോയിട്ട് വരുമ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിക്കാം എന്ന് കരുതിയാൽ വെറുതെ ടൗണിൽ പോയി അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഓരോന്ന് നോക്കി എല്ലാം കഴിഞ്ഞ് എന്നാ പിന്നെ ബ്രെഡ് മേടിച്ച് കളയാം എന്ന് കരുതി ബ്രെഡ് മേടിച്ച് വരുമ്പോ 3 മണിക്കൂർ പോവുമെങ്കിൽ ഒരു ബ്രെഡ് മേടിക്കാൻ വേണ്ടി മാത്രം കടയിൽ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാൻ പറ്റും. ഏതാണ് ലാഭം? കടലയ്ക്ക് കൂടുതൽ സമയം, എന്റെ പൊന്നോ സഹിച്ച്, ഞാൻ അതല്ല പറഞ്ഞത്. കടലയ്ക്ക് കൂടുതൽ സമയമൊന്നുമില്ല. എന്റെ ഉണ്ട് കടല, പെട്ടെന്ന് വീഴുന്ന കടല, 5 മിനിറ്റ് കൊണ്ട് വീഴുന്ന കടല ഞാൻ കാണിച്ചു തരാം. അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച രണ്ടും തമ്മിലുള്ള സമയത്തെ പറ്റി അതാണ് ബിന്ദു പറഞ്ഞത്. പ്രീ പ്ലാൻ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായ അല്ലെങ്കിൽ വളരെ ലാഭകരം, സമയം മാത്രമല്ലല്ലോ അല്ലെ, മറ്റൊരുപാട് ലാഭം ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികമായിട്ടും ലാഭമുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ സമയത്തിൽ ലാഭം ഉണ്ടാവും. അപ്പോൾ ജോലി അതേ സമയത്ത് ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ് പറഞ്ഞു വരുന്നത്. വെറുതെ പണിയെടുത്ത് സമയം കളയരുത്. മനസ്സിലായ എളുപ്പത്തിൽ? വെറുതെ സമയം എടുത്ത് കളയരുത്. എന്താണ് ഇപ്പൊ മാറ്റേണ്ടത് ഇവിടെ? ഈ ഒറ്റ കാര്യം മാറ്റൂ എന്ന് പറഞ്ഞ് എന്താണ് മാറ്റാൻ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് എന്ത് മാറ്റാനാണ് ഞാൻ പറഞ്ഞത്? അത് നിങ്ങൾ ടൈപ്പ് ചെയ്യും. എന്ത് മാറ്റാനായിരിക്കും ഞാൻ പറഞ്ഞത്? ഇപ്പൊ അത് ഉത്തരം ഞാൻ പറയില്ല, നിങ്ങൾ ബാക്കിയെല്ലാ ഉത്തരം പറഞ്ഞുകൊണ്ട് എന്താണ് ഇവിടെ മാറ്റേണ്ടത്? നിങ്ങളെല്ലാം നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് അല്ലേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്? എല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് എന്താണ് യെസ് വെറുതെ സമയം കളരുന്നല്ല. വെറുതെ സമയം കളരുന്ന വെച്ചാൽ എന്താണ് അതിന് പകരം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ, ഒരു കാര്യം എന്താണ് മാറ്റേണ്ടത്? ചിന്തയല്ല, ചിന്തയ്ക്ക് മുമ്പിൽ വേറൊരു സാധനം പറയും, ആറ്റിറ്റ്യൂഡല്ല. യെസ്, വനജ ലക്ഷ്മി പറഞ്ഞു യെസ്, അത് തന്നെ. പ്ലാൻ ഉണ്ടാവണം, ലക്ഷ്യമുണ്ടാവണം. ഒരു പ്ലാൻ നമുക്കുണ്ടായാൽ, ഒരു ലക്ഷ്യം നമുക്കുണ്ടായാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റപ്പെടുത്താൻ സാധിക്കും. ഇല്ലാത്ത സാധനത്തിന്റെ, നമ്മുടെ കയ്യിൽ പൊതുവെ ഇല്ലാത്തൊരു സാധനത്തിന്റെ പേരെന്താണ്? ലക്ഷ്യം. എന്ത് വേണം, എപ്പോൾ വേണം,
എങ്ങനെ വേണം എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അവിടെ കുടുങ്ങി. സാറേ, എന്റെ ജീവിതം മാറുന്നേയില്ല, ഒന്ന് മാറിയാൽ മതിയായിരുന്നു. എന്താണ് മാറേണ്ടത്? ജീവിതം. അതിലെന്താ മാറേണ്ടത്? അതറിയില്ല. എന്താണ് മാറേണ്ടത്? ലക്ഷ്യം എന്താണ്? നമുക്ക് എവിടെയാണ് നമുക്ക് മാറ്റേണ്ടത്? ഏത് എന്റെ നല്ല കാര്യമുണ്ട്, എനിക്ക് മാറ്റേണ്ട കാര്യമുണ്ട്, ഏതിനെ ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് ചെയ്യണം, ഏതിനെ ഞാൻ 1 വർഷത്തിനകത്ത് ചെയ്യണം, ഏതിനെ എനിക്ക് ഇപ്പോൾ ചെയ്യണം, ഏതെനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ള തിരിച്ചറിവുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. എനിക്കറിയാം എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്ങനെ വേണമെന്ന് കൃത്യമായി എനിക്ക് ലക്ഷ്യബോധമുണ്ട് എന്ന് പറയുന്നവർ ടൈപ്പ് ചെയ്തവിടെ. കൃത്യമായ ലൈഫിനെ പറ്റിയിട്ട് ഉള്ളവർ ടൈപ്പ് ചെയ്യും, ഇല്ലാത്തവർ നോ എന്ന് പറയും. ഉള്ളവർ സജീവനോ ലക്ഷ്യബോധോ വെറുതെ എന്റെ വായി നിന്ന് കേൾക്കാൻ നിൽക്കുന്നത് സജീവൻ. മനസ്സിലാക്കിട്ടേ ഇല്ല, എന്താണ് ഞാൻ ചോദിച്ചത് പോലും മനസ്സിലായിട്ടേ, പിന്നല്ലേ എനിക്ക് ലക്ഷ്യബോധം. വളരെ വളരെ നിങ്ങൾ യെസ് പറയുന്ന ആളെ എടുത്തിട്ട് ഞാനിപ്പോ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം വളരെ കുറവായിരിക്കും. ഉള്ളവർ ഏറെ സന്തോഷമാണ്, ഉള്ളവർ ഏറെ സന്തോഷം. പക്ഷെ ഒരു കാര്യം പറയാം, ഉള്ളവർ പിന്നെ ഇവിടെ വന്ന് ഇരിക്കില്ലേ? കാരണം നിങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള വർക്ക് മാത്രമായിരിക്കും. കൃത്യമായി പറയാം, ലക്ഷ്യബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള നടത്തമായിരിക്കും. ഓരോ നിമിഷവും ഒരു പുസ്തകം കാണുമ്പോൾ ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ അവൻ ആഗ്രഹിക്കില്ല. അവന്റെ ആവശ്യമുള്ള സാധനത്തേക്ക് മാത്രം ചിന്തിച്ചിട്ട് പേജ് ഓപ്പൺ ആക്കിയിട്ട് ആത്മാർത്ഥത എന്ന് മനസ്സിലാക്കി വിവേകത്തോട് ചിന്തിക്കും, വിവേകത്തോട് ജീവിക്കും മനസ്സിലാക്കി അവന്റെ പരിപാടി കഴിയും. കാരണം ബാക്കി അവന്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഇത്ര കിട്ടിയാൽ മതി, അവന് മോട്ടിവേഷൻ മാത്രം കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇല്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ലക്ഷ്യബോധം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിത വിജയത്തിന്റെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ലക്ഷ്യബോധം എന്നുള്ളത്. അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം നമുക്ക് വിജയിക്കാൻ സാധിക്കാത്തത്. ഇത് ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ്. 6-8 വർഷം മുമ്പ് ഇതേ ചോദ്യമായിട്ട് ഞാൻ എന്താണ് എനിക്ക് ആവേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്, വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞ 5-6 പുസ്തകങ്ങൾ അതിനുവേണ്ടി മാത്രം ഇരുന്ന് എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന എന്റെ കയ്യിലുള്ള പുസ്തകങ്ങളുടെ മുഴുവൻ എടുത്തു കഴിഞ്ഞാലും എന്റെ കയ്യിൽ 78 സെൽഫ് ഹെൽപ്പ് ബുക്സുകളുണ്ട്. അതെല്ലാത്തിലും റിസർച്ച് ഇത് തന്നെയായിരുന്നു. ഹൗ ടു വിൻ യുവർ ലൈഫ്, എങ്ങനെ എന്റെ ജീവിതത്തെ ഞാൻ കെട്ടിപ്പടുക്കും, ഏതാണ് എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന ലക്ഷ്യങ്ങൾ പലതും തോന്നും, പലതും നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഇത് ഞാനുമായി കണക്റ്റഡ് ആണോ, എനിക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, എന്നെ ഇത് എത്രത്തോളം ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്നുള്ള ചിന്തകൾ കുറേ കാലങ്ങൾ കൊണ്ട് നടന്നിട്ട് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തവർക്ക് മാത്രമേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. വേറെ ഒരു കുറുക്കു വഴികളും ആരും ഇതിന് പ്രതീക്ഷിക്കരുത്. ആ സാധനത്ത് കുറുക്കു വഴി ഇല്ലാത്ത ഒറ്റ കാര്യമാണ് ലക്ഷ്യബോധം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു കുറുക്കു വഴിയില്ല. അത് നേടിയെടുക്കാൻ 100 കണക്കിന് വഴികളെ പറഞ്ഞു തരാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പോലുള്ള, ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള മെത്തേഡുകൾ പോലുള്ള, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അത് ഇതിലേക്ക് എത്താനായിട്ട്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവനവന്റെ അകത്ത് നിന്ന് തന്നെ വരണം. അതിന് പറയുന്ന പേരാണ് തീവ്രമായ ആഗ്രഹം. അവനവന്റെ ജീവിതത്തെ പറ്റിയിട്ട് തീവ്രമായ ആഗ്രഹം, ഉറക്കമില്ലാത്ത സമയം. ഞാൻ എന്താവണം എന്ന് ചോദിച്ചതിന് ഉത്തരം കിട്ടാൻ ഉറക്കം വരുന്നവന്, അത് കിട്ടാതെ ഉറക്കം വരുന്നവന് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റില്ല. ആ ഉത്തരം കിട്ടാതെ ഉറക്കം നഷ്ടപ്പെടുന്നവനുണ്ടല്ലോ, അവന് മാത്രമേ ജീവിതം ഇത് നേടാൻ സാധിക്കുള്ളൂ. ഞാൻ ഈ യാത്രയിൽ കടന്നുപോയപ്പോ 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ എഴുന്നേറ്റിരിക്കും. ആരും അറിയില്ല, വെറുതെ ഇരിക്കും. എന്താ അവസ്ഥ, എന്താ ചെയ്യണ്ടേ, എങ്ങോട്ടാ പോകണം, എന്തിലാവാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് ഹാപ്പിനെസ് നൽകും. ഇന്നിപ്പോ ഞാൻ ഈ സമയം ഈ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾ ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ ഒരുപാട് സ്പിരിച്വൽ ജേർണികളിലേക്ക് കൂടെ കടന്നു പോകുമ്പോഴും എല്ലാത്തിലും എനിക്ക് മറ്റ് ബിസിനസിനെ പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതാണെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്.
ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുത്താലും എന്റെ തൊണ്ട പറ്റില്ല, എന്റെ വാക്കുകൾക്കൊരു കുറവ് വരില്ല. അതൊക്കെ ആ സമയത്ത് നമുക്ക് സമയാസമയങ്ങളിൽ സരസ്വതി കടാക്ഷം പോലെ ലഭിക്കുന്നത് ഇതിനോട് അചഞ്ചലമായ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ്. എത്ര മണിക്കൂർ ഇന്നിപ്പോ ഞങ്ങള് പുറത്തുപോയി, മോളെയും കൊണ്ട് ജസ്റ്റ് പുറത്തുപോയി, പോയത് തന്നെ ലേറ്റ് ആയിട്ട്, അവർക്ക് എന്തെല്ലാം സാധനം വാങ്ങിക്കാണ്ട്. പക്ഷെ ഇവിടുത്തെ ഇപ്പൊ 6:30 നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്, നാട്ടിൽ 8 മണി. ഞാൻ 6:29 വീട്ടിൽ കയറുന്നത്. പക്ഷെ എന്നിട്ട് കറക്റ്റ് സമയത്ത് ഞാൻ എത്തി. നമ്മൾ വേണമെന്ന് അത്രയും തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് എത്തുള്ളൂ. ഇല്ലെങ്കിൽ വേണം ലേറ്റ് ആവാം, ട്രാഫിക് ജാം ആവാം, മറ്റു വഴികളാവാം. പക്ഷെ നമ്മുടെ അകത്ത് ഞാനിത് സമയത്ത് ചെയ്യുമെന്നുള്ള തീവ്രമായ അല്ലെങ്കിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറി വരും. എല്ലാ തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ മാറി മാറി നമ്മൾ അവിടെ എത്തി. ഇതാണ് പ്രകൃതി സത്യം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തടസ്സങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ ആഗ്രഹവും ആ ലക്ഷ്യവും നിങ്ങളും തമ്മിൽ കണക്ട് ആയിട്ടില്ല എന്നുള്ളത്. കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സവും വരില്ല. നമ്മളിപ്പോ ഒരു തൃശ്ശൂർ പ്രോഗ്രാം ഇപ്പം അടുത്ത പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. 1-to-1 നമ്മൾ ഫേസ് ടു ഫേസ് വരുന്ന അടുത്ത പ്രോഗ്രാം കൊച്ചിയിലായിരിക്കും എന്ന് കരുതുന്നു. ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യുന്നില്ല, എന്തായാലും അനൗൺസ് ചെയ്യുന്നു. തയ്യാറാവുന്നവർ പെട്ടെന്ന് പേര് പറഞ്ഞോളൂ, ഉടനെ ഉണ്ടാവും. ഒന്നും ചെയ്യാനില്ല, നമ്മൾ അനൗൺസ് ചെയ്യുന്നു, വരും, സംഭവം പരിപാടി നടത്തി തിരിച്ചു വരും. കാരണം അവിടെ ഒരു തടസ്സവും നമുക്ക് മുന്നിൽ വരില്ല. കാരണം എന്താ, അത് തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് എല്ലാ വഴികളും പ്രകൃതി ഇങ്ങനെ ഓപ്പൺ ആക്കി തരും. വിട്ടുകൊടുക്കുക പ്രകൃതിയിൽ. എന്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് ഇന്നതാവണം എന്ന് മാത്രം തീരുമാനിച്ചതിന് ശേഷം വിട്ടുകൊടുത്താൽ മതി. അതിന്റെ വഴി അത് കൃത്യമായി തുറന്നു നൽകും. ഇതിന്റെ ഇത്രയും നിങ്ങൾ ഇത് പറയുന്ന പോലെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്രയും സിമ്പിൾ ആയിട്ട് എടുക്കരുത്. ലക്ഷ്യനിർണയം എന്ന് പറയുന്നത് അത് നിർണയിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ സർവശക്തികളും നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. അത് ഇല്ലാതിരുന്നാൽ പ്രപഞ്ചത്തിലെ സർവശക്തികളും നിങ്ങളെ പരാജയപ്പെടുത്താൻ കൂടെ ഉണ്ടാവുകയും ചെയ്യും. വാക്കൊന്നുകൂടി പറയാം, അതില്ലാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും നിങ്ങളുടെ കൂടെ നിൽക്കും, മറ്റാളും കൂടെയല്ല. അപ്പോ പുറത്തുള്ളവൻ ആരെങ്കിലും നിങ്ങളെ തോക്ക് കൊണ്ട് ഭീഷണിപ്പെടുത്തേണ്ടതിന്റെ അർത്ഥം തോക്ക് നിങ്ങളാണ് അവനെ കൊണ്ട് എടുപ്പിച്ചതെന്നുള്ളതാണ്. തോക്കല്ല കേട്ടോ, ഞാൻ തോക്ക് പറഞ്ഞല്ല, കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും. ഇതൊന്ന് സെറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ക്ലാസ്സിൽ നിന്ന് ലക്ഷ്യം 1, 2, 3, 4 എന്ന് പറഞ്ഞു തരാൻ ആർക്കും പറ്റില്ല. ലീലമ്മ ഷാജിയുടെ ലക്ഷ്യമല്ല അനിതയുടെ ലക്ഷ്യമല്ല, സതിയുടെ ലക്ഷ്യമായിരിക്കില്ല, സജീവിന്റെ ലക്ഷ്യമായിരിക്കില്ല, അബ്ദുൾ മജീദിന്റെ ലക്ഷ്യമായിരിക്കില്ല, ജോണിന്റെ, അങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോ ആൾക്ക് വ്യത്യസ്തമായി. ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുക തന്നെ വേണം. പക്ഷെ അതിനു മുമ്പ് നമ്മളൊരു ഫൈൻ ട്യൂണിങ് നടത്തണം. ആ ഫൈൻ ട്യൂണിങ് ആണ് ഏറ്റവും പ്രധാനം. എന്താണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്, എന്ത് നേടുമ്പോഴാണ് ഞാൻ എന്നിന്റെ നമുക്ക് 3 കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒന്ന് മനസ്സ്. ഇത്രയും ഇവിടെ സംസാരിക്കുന്നതെല്ലാം മനസ്സിനെ പറ്റിയിട്ടാണ്. പക്ഷെ മനസ്സ്, നിങ്ങളുടെ യജമാനൻ നിങ്ങളുടെ മനസ്സാണോ, ശരീരമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? ഇതിനെപ്പറ്റി എത്ര പേർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്? നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ മനസ്സാണോ, ശരീരമാണോ, അല്ല ആത്മാവാണോ? മനസ്സാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മനസ്സാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ മനസ്സ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? മനസ്സാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. എല്ലാവരും പറഞ്ഞു മനസ്സാണ്. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം കേട്ടോ, ബുദ്ധിനെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ബുദ്ധിയും ആ ഇമോഷനും ചേരുമ്പോഴാണ് മനസ്സുണ്ടാവും. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജേണി ടു ഹാപ്പിനെസ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതെല്ലാം ചെയ്യുന്നുണ്ടോ? അപ്പൊ ചിന്തകളല്ലല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്. ബ്രെയിൻ ആണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ ബ്രെയിൻ ബ്രെയിൻ തീരുമാനിച്ചതെല്ലാം സംഭവിക്കുന്നുണ്ടോ? ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഫുൾ ഓഫ് സിസ്റ്റം ആണ്. അതിലേക്ക് ഞാൻ പോണില്ല. ബ്രെയിൻ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ബ്രെയിൻ എന്ന്. മനസ്സ് പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നേയില്ല. മനസ്സ് പറയുന്നത് നമ്മളെല്ലാം ചെയ്യുന്നുമില്ല. വിവേകമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ എല്ലാ തീരുമാനങ്ങളും വിവേകപൂർവമാണോ? വിവേകപൂർണമായിട്ടുള്ള തീരുമാനങ്ങളാണോ നമ്മൾ എടുക്കുന്നത്? അതിനപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്ത കാര്യത്തെ അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം, ഇപ്പൊ മനസ്സിൽ പറഞ്ഞത്
മനസ്സ് ചിന്തിച്ചത് വിവേകത്തോടുകൂടി ചെയ്ത ഒരു കാര്യത്തെ പിന്നെ നമുക്ക് കുറ്റബോധം ഉണ്ടാവുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. നമ്മൾ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഈ പച്ച പെന്ന് ഞാൻ എടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത്, ഞാൻ ഈ പച്ച പെണ്ണുകൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് എന്നോട് എന്നെ ആരെങ്കിലും ഒക്കെ സംസാരിക്കാറുണ്ടോ എന്റെ അകത്ത് നിന്നുകൊണ്ട്? അയ്യോ, ഇതെടുക്കണോ, അതാണോ ചെയ്യേണ്ടത്, ഇതാണോ ചെയ്യേണ്ടത്, അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആത്മവിശകലനം നടത്താറുണ്ടോ നമ്മളെല്ലാവരും? ആ വാക്കിൽ കൃത്യമായി വന്നു. അപ്പോൾ നമ്മളുടെ വിശകലനം ചെയ്യുന്നതും നമ്മളെ നിയന്ത്രിക്കുന്നതും ആരാണ്? ഉപബോധ മനസ്സല്ല. ഉപബോധ മനസ്സ് ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. ഉപബോധ മനസ്സ് ചെയ്യുന്നത് അതിൽ സേവ് ചെയ്ത സാധനത്തെ റിട്രൈവ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പർപ്പസ് അത്രേ ഉള്ളൂ. യെസ്, അവിടെ ഒരു സാധനമുണ്ട്, ആത്മാവ് എന്ന് പറയുന്ന സാധനം. എത്ര പേര് നമ്മുടെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവും? ആത്മാവിന്റെ വിളി, അല്ലെങ്കിൽ ഉൾവിളി അറിഞ്ഞ് ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഈ ആത്മാവിനെ മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കുന്ന ആൾക്ക് മാത്രമേ ജീവിതത്തിൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. കാരണം ഇവിടെ നമ്മളിവിടെ ജീവിക്കുന്നതിന്റെ എല്ലാ പർപ്പസിന്റെയും ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അതിന്റെ കർത്താവ് എന്ന് പറയുന്നത് ആത്മാവാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ജന്മം ഇവിടെ ഉള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ എല്ലാം പരാജയം എന്ന് പറയുന്നത് ആത്മാവിനെ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളത്. ആത്മാവിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെയാണ് നമ്മൾ കേൾക്കുന്നതും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് സ്വസ്ഥതയുണ്ടാകും, ശരീരത്തിന് സ്വസ്ഥതയുണ്ടാകും. കാരണം അവർക്ക് മറ്റു കാര്യങ്ങളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ല. ഇത് എവിടെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ വണ്ടി എടുത്തിട്ട് ടൗണിലേക്ക് പോവുകയാണെന്ന് കരുതിക്കോ. വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും വേണ്ട, തിരിച്ചു വന്ന് കളയാം എന്ന് അകത്തു നിന്നും ഒരു വിളി വരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതും അതല്ല, വേണ്ട പോകണ്ട എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥയും ഒന്ന് സ്വയം വിശകലനം ചെയ്തു നോക്കുക. ഞാനിപ്പോ അതിനകത്ത് കാരണങ്ങളൊന്നും പറയില്ല, സ്വയം വിശകലനം ചെയ്തു നോക്കുക. ഇത് ഇല്ലെങ്കിൽ ഇനി നാളെ മറ്റന്നാൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നു, അപ്പോൾ അകത്തു നിന്നും ഒരാൾ പറയുന്നു വേണ്ട, അത് ചെയ്യണ്ട. എന്നിട്ട് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങളും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവം ഒന്ന് വിശകലനം ചെയ്താൽ മാത്രം മതി. ഇത് പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ്. ഇതിന് പറയുന്ന പേരാണ് ഇൻഡ്യൂഷൻ എന്നുള്ളത്. എപ്പോഴാണോ നമ്മൾ ഇൻഡ്യൂഷനുമായി കണക്ട് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നത്, അപ്പോൾ മാത്രമേ ഈ ജീവിതത്തിൽ സങ്കടമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ലക്ഷ്യനിർണയം എന്ന് പറയുന്നത് ഉൾവിളിയുമായി കണക്ട് ചെയ്തായിരിക്കണം. ഇല്ലാത്തത് കൊണ്ടാണ് പലരും ജീവിതത്തിൽ വലിയ ലാഭം അല്ലെങ്കിൽ വലിയ ഉന്നതികൾ നേടിയിട്ടും സ്വസ്ഥത എന്ന് പറയുന്ന സാധനം അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നത്. കാരണം അവർ ഉൾവിളി എപ്പോഴും മറ്റതായിരിക്കും. പറഞ്ഞ് കുറെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ലളിതമാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ കാര്യം നിങ്ങൾ പഠിക്കണം, അറിയണം, അവനവനെ അറിഞ്ഞ് മാറ്റപ്പെടുത്തണം. ഇതിന് എപ്പോഴും ഞാൻ പറയും, നമ്മളുടെ ഓരോ കാര്യങ്ങളും ക്ലാസ്സുകളിൽ പറയുന്ന കാര്യം ഇതാണ്. ഇത് അറിഞ്ഞിട്ട് നമ്മുടെ ഉൾവിളിയെ കേൾക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും നമുക്ക് പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ ഉയരണം. വാക്ക് ഒന്നുകൂടി പറയാം, കൃത്യമായി അണ്ടർലൈൻ ഇട്ട് കേൾക്കണം. നമ്മുടെ ഉൾവിളിയെ കൃത്യമായി കേൾക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുമായി നമ്മൾ ഉയരണം. ഉൾവിളി താഴോട്ടല്ല, ഉൾവിളി മുകളിലോട്ടേ പോകുള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഉയരണം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. നമ്മളുടെ ഉൾവിളി എപ്പോഴും നമ്മളെ ഉയരത്തിലോട്ട് കൊണ്ടുപോകുക മാത്രമേ ഉള്ളൂ, ഒരിക്കലും താഴോട്ട് കൊണ്ടുപോകില്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരാൾ കടം ചോദിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ അന്നേരം നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ്, ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നടക്കൂല എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ആ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും? അപ്പൊ ആ ഉൾവിളി കിട്ടിയതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ
നിങ്ങൾക്ക് പിന്നീട് കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതാണ് ജേണി ടു ഹാപ്പിനെസ്സിൽ വളരെ കൃത്യമായി ഞാൻ 10 മാലിന്യങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ഈ 10 മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തു കളയാത്തടത്തോളം കാലം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാത്തടത്തോളം കാലം എന്താണ് ഒന്ന് നാണക്കേട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കടം കൊടുത്ത അതേ ഉദാഹരണം ചോദിക്കാം. എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ അയാൾക്ക് കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ടും കടം കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതിൽ 3 റീസൺസ് ആണുള്ളത്. ഒന്ന്, കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, നാണക്കേട്. രണ്ടാമത്തെ കാര്യം, അയ്യോ അവൻ എന്നോട് കാശ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്റെ വില എന്ത് ആവും, എന്റെ വില ഇടിഞ്ഞു പോകില്ലേ എന്നുള്ള അഹങ്കാരം, ഈഗോ, അല്ലേ? ഈ 2 കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? അവൻ കഷ്ടത്തിലായിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ അവനിലുള്ള നിരാശ നിങ്ങളിലും കൂടി കലർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, സഹതാപം, നിരാശ, കുറ്റബോധം, അല്ലേ? ഇതല്ലേ ഇത് ഏത് എനർജിയാണ്? സഹതാപം, കുറ്റബോധം, അപകർഷതാബോധം, നാണക്കേട്. ഇത് എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്രീക്വൻസിയിലാണ്. ലോ ഫ്രീക്വൻസിയിലുള്ള സമയത്ത് നിങ്ങൾ ഒരാളെ ഭയങ്കര ഈഗോ, ഞാൻ കൊടുക്കുകയാണ്, കാശ് കൊടുക്കുകയാണ് എന്നുള്ള ഹൈ ഫ്രീക്വൻസി ആകുന്ന നിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും തിരിച്ച് സംഭവിക്കുക എന്നറിയോ? നിങ്ങൾ ഓൾറെഡി ലോ ഫ്രീക്വൻസി ആണ്, അയാളും ലോ ഫ്രീക്വൻസി ആണ്. എന്നിട്ട് നമുക്ക് തോന്നും കൊടുത്താൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്നുള്ള അഹങ്കാരം തോന്നുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അതിനേക്കാളും വലിയ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും മുകളിലോട്ട് പോവുകയും എന്നിട്ട് അവന് കടം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അവന് മുകളിലോട്ട് കാശ് തിരിച്ചു തരാൻ പറ്റില്ല. നമ്മൾ പിന്നെ അവനോട് ചോദിക്കുന്നതൊക്കെ എന്താണെന്നറിയോ? ഞാനന്ന് നിനക്ക് തന്നതല്ലേ, ഞാൻ തിരിച്ചു തരേണ്ടതല്ലേ, നിന്നൊരു ആവശ്യത്തിന് സഹായിച്ചിട്ട് നിനക്ക് തിരിച്ചു തരാൻ പറ്റില്ലല്ലോ എന്നുള്ള ഈഗോയിസ്റ്റിക് മെന്റാലിറ്റിയിൽ മാത്രമായിരിക്കും നമ്മൾ അവനോട് കടം തിരിച്ചു ചോദിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് ഒരു കാരണവശാലും നമ്മുടെ ഈഗോയിസ്റ്റിക് മെന്റാലിറ്റിയിലേക്ക് അവന് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കാശ് ഒരിക്കലും അവൻ തരണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് കാര്യമില്ല. അവന് പ്രകൃതി അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുകയില്ല. കാരണം രണ്ട് ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന സാധനങ്ങളാ. ഇതൊന്നും മനസ്സിലാക്കണം. ഇതിനാണ് നമ്മൾ പുതിയ കാര്യം ജീവിത വിജയത്തിന്റെ രഹസ്യത്തിൽ 2 ചാപ്റ്റർ മുഴുവൻ ഈ കാര്യത്തെയാണ് പറയാൻ പോകുന്നത്. ഇത് മുഴുവൻ പഠിപ്പിച്ച് നമ്മുടെ ഇൻറ്റ്യൂഷനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ആ ക്ലാസ് തുടങ്ങിയിട്ടില്ല. എല്ലാവരും ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നല്ല ആൾക്കാർ അതിനകത്ത് വരണം. കാരണം അത്രയും റിസൾട്ട് എടുക്കാൻ ആവശ്യമുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചൊരു ഫീസാണ് ഞാൻ ഇവിടെ എടുക്കുന്നതും. അത്രയും നിങ്ങളോട് ഞാൻ അത് പറയുന്നത്, ഇത്രയും എഫക്റ്റീവായിട്ട് നിങ്ങൾ ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിക്കുക. ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ആർക്കാണ്? ഇത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. അല്ലാത്തവർ വന്നിട്ട് കാര്യമില്ല. ആണെങ്കിൽ ഇത്രയും കൃത്യമായി എങ്ങനെ നമ്മുടെ ഇൻറ്റ്യൂഷനെ നമുക്ക് കേൾക്കാൻ പറ്റും, എങ്ങനെ നമ്മുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം, എന്തുകൊണ്ട് എന്റെ ഇൻറ്റ്യൂഷനും അനുസരിച്ച് ഞാൻ ജീവിക്കാം, അതായത് എന്റെ മനസാക്ഷിയുമായി യോജിച്ച് ഞാൻ എന്തിനു വേണ്ടി മുന്നോട്ട് പോകണം, എന്തുകൊണ്ട് എനിക്കിപ്പോൾ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഞാനത് ചെയ്യണം എന്ന് തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ ഒരു പൈസ ചെലവില്ലാത്ത സാധനമാണ്. 10 പൈസ അതിനു വേണ്ടിയിട്ട് എന്റെ മനസാക്ഷിയുമായി യോജിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ അങ്ങനെ ആയിത്തീരാനായിട്ട് സ്വന്തമായിട്ട് വേറെ ഒന്നുമില്ല. ഈ പഠിക്കാനുള്ള കാശല്ലാതെ മറ്റൊരു ചെലവുമില്ല. മനസ്സിൽ മാത്രം മറ്റം മതി. ഇത് തയ്യാറായവർ ജോയിൻ ചെയ്തോളൂ. ഓൾറെഡി ക്ലാസ് ഞാൻ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും സംസാരിക്കാന്ന് വെച്ചാൽ ഈ മാസം, അടുത്ത മാസം ഫസ്റ്റ് 1-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങാൻ പോണത്. 1-ാം തീയതി തുടങ്ങും. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഞാൻ ആൾക്കാർ ബുക്ക് ചെയ്ത ആൾക്കാരെ അവരെ വിളിച്ച് കേട്ടിട്ട് മാത്രമേ ഞാൻ അത് ക്ലാസ് തുടങ്ങുള്ളൂ. കാരണം അവരുടെ ഓരോ ആളുടെയും വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ് എടുക്കാനായിട്ട്. അത്രയും ഡീപ്പാണ്. മറ്റേ ജേണി ടു ഹാപ്പിനെസ്സോ മറ്റേ ക്ലാസ്സിനെ പറ്റി ഒന്നും നിങ്ങളോട് പറയുന്നില്ല, അതെല്ലാം അവിടെ ഉണ്ട്. ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ആദ്യം ലക്ഷ്യം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പ്രോസസ്സ് മുഴുവൻ കടന്നു പോയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. ആ ലക്ഷ്യം നമ്മൾ എപ്പോഴാണോ കണക്ട് ചെയ്യുന്നത് പിന്നെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. നിന്ന് കൊടുത്താൽ മാത്രമേ ബാക്കി എല്ലാം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കാര്യത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അഡ്മിനെ വിളിച്ചോളൂ, അഡ്മിൻ നമ്പർ വിളിച്ചോളൂ, ജോയിൻ ചെയ്തോളൂ. അത് കോഴ്സിന്റെ ഫീസ് ഇവിടെ തന്നെ ലൈവ് സെഷൻ നമ്മൾ ഫിക്സ് ചെയ്താണ് 4444 രൂപയാണ് അതിനാകെ ഫീസ് ഈടാക്കുന്നത്. അത് ലൈവ് സെഷനും ഉണ്ട്,
റെക്കോർഡിംഗ് സെഷനും ഉണ്ട്. വലിയൊരു കോഴ്സാണ്. എനിക്ക് തോന്നുന്നത് അതിന് ചുരുങ്ങിയത് ഞാൻ എടുക്കേണ്ട എമൗണ്ട് ഒരു 20,000 രൂപ എടുത്താൽ മാത്രമേ എനിക്കത് കംപ്ലീറ്റ് ചെയ്തേക്കും. അത്രയും വർക്ക് അതിനകത്തുണ്ട്, അത്രയും കാര്യം ചെയ്യാനുണ്ട്. പക്ഷെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കണം, മറ്റുള്ളവർ മാറ്റം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അത്രയും സമയം എടുത്ത് തന്നെ ചെയ്യാനുള്ളതാണ്. വേണ്ടവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. അഡ്വാൻസ് പേയ്മെന്റ് അടക്കുക, ജോയിൻ ചെയ്യുക, ക്ലാസ് തുടങ്ങുമ്പോൾ ബാക്കി പേയ്മെന്റ് അടച്ചാൽ സീറ്റുകൾ നിങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അനുസരിച്ച് മാത്രമേ ഞാൻ ക്ലാസ്സുകൾ പ്രോഗ്രാം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് മുൻകൂട്ടി നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരെ പറ്റി പിന്നെ രണ്ടാമത് ഇടയിൽ വന്ന് ജോയിൻ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് കുറെയൊക്കെ കോമൺ ആയിരിക്കും കാര്യങ്ങൾ. എന്നാലും നിങ്ങൾ ശ്രമിക്കുക, എല്ലാവർക്കും മാറ്റം ഉണ്ടാകും. 4,444 രൂപ 4444 ആണ് ആ മാജിക് നമ്പർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്ലാസ്സിന്റെ സമയം എപ്പോഴും നമുക്ക് റെക്കോർഡിംഗ് അറിയാമല്ലോ, നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ, ബാക്കി ദിവസം പ്രാക്ടീസ് ആയിരിക്കും. 8 മണി തൊട്ട് 9, നമ്മളിപ്പോ 8 മണി തൊട്ട് 9 മണി ഈ ക്ലാസ് ഉണ്ടാകുന്നത്, അത് 9 മണി തൊട്ട് 10 മണി വരെ ആയിരിക്കും സമയം, ലൈവ് സെഷൻ. അത്രയും ആൾക്കാർ വളരെ കൃത്യം കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള അസൈൻമെന്റ്സുകളും കാര്യങ്ങളായിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല അതിന്റെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കോച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഓരോ ആള് ഇൻഡിവിജ്വൽ ഇതുവരെ ഹാപ്പിനെസ് മാസ്റ്റർ ചെയ്യാത്ത സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഓരോ ആളെയും ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺ ആവുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഓരോന്നിനും ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. ആ ഒരു ടീം ആൾക്കാർ അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. അവരൊക്കെ പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തെ അങ്ങനെ ആക്കി എടുത്തത് കൊണ്ടാണ് അവർ തന്നെ വെക്കുന്നത്. തുടങ്ങുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. കാരണം നിങ്ങൾ മുൻകൂട്ടി ജോയിൻ ചെയ്താൽ മാത്രമേ ആ ക്ലാസ്സിൽ കിട്ടും. ഓൺ ദ സ്പോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനോ അസൈൻ ചെയ്യാനോ പറ്റില്ല. 1-ാം തീയതി തുടങ്ങണം എന്നുള്ളതാണ് ആഗ്രഹം. 1-ാം തീയതി പറ്റില്ലെങ്കിൽ 2-ാം തീയതി ആയിരിക്കും. പക്ഷെ മുമ്പേ ഇപ്പൊ അത്ര ആൾക്കാർ വന്നാൽ മാത്രമേ നമുക്ക് മിനിമം അതിന്റെ ബഡ്ജറ്റ് ശരിയാവുള്ളൂ. അത് അത്രയും എക്സ്പെൻസ് ഉണ്ട്. ആ സാധനം എനിക്ക് ചെയ്യാനും ഭയങ്കര എക്സ്പെൻസ് ഉണ്ട്. ടൈം ആണ്. കുറെ സൈക്കോളജി വർക്ക് ചെയ്യണം. ഓരോ ആളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകണം. ഓരോ ആളും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. കോമൺ ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എത്തില്ല. ഓരോ ബ്രെയിനും വ്യത്യസ്തമാണ്. വത്സലയുടെ ബ്രെയിൻ സിസ്റ്റം അല്ല ഇന്ദുമോളുടെ ബ്രെയിൻ സിസ്റ്റം അല്ല കുമാർ സാറിന്റെ. ഓരോ ആളും വ്യത്യസ്തമാണ്. ഇത് ഓരോ ആളെയും മനസ്സിലാക്കേണ്ട ഇതിലത്തെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നവർ, അല്ലാതെ ഇത് വർക്കാവില്ല. അപ്പൊ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഓരോ ആൾക്കും ഓരോ രഹസ്യമാണ്. അത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശ്രമിക്കുക, ആൾക്കാർ ജോയിൻ ചെയ്യുക. ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എല്ലാം നടക്കുന്നതൊക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കും. നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് പുസ്തകത്തിൽ ഒരു പാട്ടുണ്ട്, നിങ്ങൾ വായിക്കാത്തവർ നിന്ന് എടുത്ത് വായിക്കുക. ഓട്ടോ സജഷൻ എന്ന് പറയുന്ന ഒരു സാധനം. ഈ പുസ്തകത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചു, എനിക്ക് ശരിക്ക് ഈ പുസ്തകം എഴുതുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ്, ഒരു 500-600 പേജൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അത്രയും വിശാലമായി പറയേണ്ട കാര്യങ്ങളെയാണ് ഞാനിത് വളരെ ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾ വന്ന് വായിച്ചെടുത്ത് നോക്കുക. ഓട്ടോ സജഷൻ എന്ന് പറയുന്ന സംഭവം, ഈ ഓട്ടോ സജഷൻ മോഡിലേക്ക് എപ്പോഴാണോ ജീവിതത്തെ എത്തിക്കാൻ പറ്റുന്നത്, പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം അതിനനുസരിച്ചായിരിക്കും. അതൊരു സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അല്ലെ, മനസ്സിൽ പണ്ടേത്ര സിനിമ, കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നല്ലേ അത്. ഞാനിവിടെ കുറ്റബോധത്തെ പറ്റിയല്ല, മനസ്സിൽ കൃത്യമായ ലക്ഷ്യബോധം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഈ ഒരൊറ്റ സാധനം മാത്രമാണ് ഏറ്റവും സെറ്റായി നിൽക്കുക. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർ ജോയിൻ ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബിസിനസ് മാസ്റ്ററി ഹബിന്റെ ക്ലാസ്സിനെ പറ്റിയിട്ടാണ് ഷീല ചോദിച്ചെങ്കിൽ, ക്ലാസ് ഞായറാഴ്ച, ആ ക്ലാസ്സിന് നാളെ ചിലപ്പോൾ ആ ബിസിനസ് ഹാപ്പിനെസിന് ഒരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ടാവും. പ്രീ സെഷൻ നാളെ മുതൽ വീണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻ തന്നെ, അത് നാളെ കയറിക്കോളൂ. പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു സ്പെഷ്യൽ വെബിനാർ ഉണ്ട്. ഇത് ബിസിനസ് പീപ്പിൾസിന് വേണ്ടി മാത്രം. മറ്റൊരു ഓർമ്മപ്പെടുത്തലും കൂടി നടത്താം. ആ ബിസിനസ് മാസ്റ്ററി ഗ്രൂപ്പിൽ ബിസിനസ്സുമായി ബന്ധമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്ത് പോകണേ. അവിടേക്ക് ഇതുമായിട്ട് യാതൊരു കണക്ഷനും അതിലില്ല. അതൊരു ബിസിനസ് മാത്രമുള്ള ആൾക്കാർക്കുള്ള. അവിടെ ഒരുപാട് നാളെ മുതൽ കുറെ പോസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങും. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ സമയപരിമിതിയും കൂടിയാണ്. എനിക്ക് ബിസിനസ് ക്ലാസ്സും ഈ ക്ലാസ്സും മാത്രം എടുത്താൽ പോരാ, എന്റെ ബിസിനസ്സും കൂടി എനിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ എന്റെ കഞ്ഞുകൂടി കൃത്യമായി നടക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സമയപരിമിതി കുറെയൊക്കെ ഉണ്ട്. നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ, ഡൗട്ടുകളൊക്കെ ചോദിക്കാട്ടോ. അതിനകത്ത് ബിസിനസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഒരു വലിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം.
ആഡ് ചെയ്യാം, ബിസിനസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സജി ആഡ് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ലിങ്ക് അയച്ചു തരാം. ബിസിനസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്തോളൂ. ഞാൻ ലിങ്ക് ഇപ്പൊ ഇട്ടുതരാം അവിടെ. മറ്റുള്ളവരെല്ലാം ചാടിക്കയറി ജോയിൻ ചെയ്തേക്കരുത്. ബിസിനസ് വേണ്ടവർ മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ചോദിച്ചത് കൊണ്ട് ഇവിടെ തന്നെ ലിങ്ക് തരാം. അപ്പൊ പറഞ്ഞു വന്നത്, ഇതിനിടയിൽ പറഞ്ഞിട്ട് ഡൈവേർട്ട് ആയി പോണ്ട. പറഞ്ഞു വന്ന ഇത്രയാണ്. ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. എല്ലാവരും, ഞാൻ ഒരു ക്ലാസ്സും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേണം ജോയിൻ ചെയ്തോളൂ, ക്ലാസ് ഉണ്ട്, അതുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നൊക്കെ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ നിർബന്ധമായും എല്ലാവരും ജോയിൻ ചെയ്യണം എന്നുള്ളത്. എവരിബഡി. അത്രയും വലിയ 4440 രൂപ എന്ന് പറയുന്നത് ഒരു തുകയെ അല്ലെന്ന്, ഒരു സംഭവമായിട്ട് ആരും എടുക്കണ്ട. അത് വളരെ അനായാസമായി ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് വളരെ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തെ പാകപ്പെടുത്താനുള്ള ഒരു ക്ലാസ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. ജോയിൻ ചെയ്തേ എനിക്ക് എന്താ പറയാ, ജോയിൻ ചെയ്തിട്ട് ജീവിതത്തെ മാറ്റുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ വെറുതെ ജോലി ചെയ്യുകയല്ല വേണ്ടത്. കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി, കൃത്യമായ ചിന്താഗതിയിലൂടെ, കൃത്യമായ എന്താ പറയാ ആറ്റിറ്റ്യൂഡിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിത വിജയമാകും എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ടൈപ്പ് ചെയ്തേ. കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി, കൃത്യമായ ഉദ്ദേശത്തോടുകൂടി കൃത്യമായി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളെല്ലാവരും പൂർണ്ണമായി എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധിക്കട്ടെ. ഞാൻ കടന്നു വന്ന വഴിയിൽ ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളെയും കൃത്യമായി നിങ്ങളിൽ എത്തിക്കാൻ, ഓരോ കാര്യങ്ങളും ഞാൻ അനുഭവിച്ച കാര്യങ്ങളുമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ച് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും ജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും വണക്കം. താങ്ക് യു വെരി മച്ച്. സംസാരിച്ചോളൂ. ഒരു കാര്യം പറയട്ടെ. ഞാൻ മോള് കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ രാത്രിത്തെ മെഡിറ്റേഷനെ രാത്രി 3 മണിയൊക്കെ ആവും ചിലപ്പോ അവിടെ. അപ്പൊ ലിങ്ക് ഇട്ട് കൊടുത്തോട്ടെ. അമ്പിളി അമ്പിളി രാവിലെ അപ്പൊ ലിങ്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നലെ എഴുതാൻ പറഞ്ഞാൽ എഴുതുന്നുണ്ടല്ലോ അല്ലേ? എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ലിങ്ക് ചോദിച്ചിട്ട് ലിങ്ക് ഇട്ട് തരുള്ളൂ. ഞാൻ എഴുന്നേറ്റ് പിന്നെ കയറിക്കോളാന്ന് പറഞ്ഞു. ചോദിക്കാതെ ആർക്കും ലിങ്ക് ഇട്ട് കൊടുത്തേക്കരുത് കേട്ടോ. ഇല്ല അതല്ലേ സാറോട് ചോദിക്കണത്. ശരി എന്നാ ശരി. ഒരു കാര്യം ചോദിച്ചോട്ടെ? കേൾക്കാമോ? കേൾക്കാം. ഉഷ പറഞ്ഞു. ഞാൻ എന്റെ ഒരു കാര്യമാണ് വെച്ചാൽ എനിക്ക് പിന്നെ ഞാൻ ബസ്സിലൊക്കെ ഇപ്പൊ നമ്മൾ ബസ്സിൽ പോവോ അല്ലെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ഈ പാവങ്ങളായിട്ട് ഇരിക്കുന്നവരുണ്ടല്ലോ, പൈസ ചോദിക്കുന്നവര്. അപ്പൊ എനിക്ക് അത് പണ്ടേ ഒരു സ്വഭാവമാണ്. ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കും. എപ്പോ കണ്ടാലും അവർ എന്റെ അടുത്ത് ഓടി വരികയും ചെയ്യും. പക്ഷെ ഞാൻ അധികവും കയ്യിൽ ഇങ്ങനെ എത്രയാ കൊടുക്കുന്നതെന്ന് ആരും കാണാണ്ടും ചുരുട്ടിയിട്ട് അവരെ കയ്യിൽ വെച്ച് കൊടുക്കാറുള്ളത്. മറ്റൊരാൾ അറിയണ്ട കൊടുക്കുന്നതെന്ന് വെച്ചിട്ട്. ചിലപ്പോ 100 രൂപയായിരിക്കാം, അല്ല 50 ആയിരിക്കാം. അങ്ങനെയെല്ലാം കൊടുക്കുമ്പോൾ ഞാൻ കാണാത്തില്ല. എനിക്ക് അങ്ങനെ അവർക്ക് നമ്മൾ കണ്ടുകൊണ്ട് കൊടുക്കണ്ട എന്നുള്ളൊരു തോന്നൽ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും അങ്ങനെ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ സാർ എന്റെ കയ്യിൽ ചിലപ്പോൾ 200 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ നിന്ന് എടുത്ത് കൊടുത്തിരിക്കും. കൊടുക്കാണ്ട് വന്നാൽ എനിക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമത. ഇന്ന് അവർ ചോദിച്ചു കൊടുത്തു, ഒരു ചോറിന്റെ പൈസയല്ലേ ഉള്ളൂ. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ സാർ നമ്മൾ ഇനി അങ്ങനെ ചെയ്യുന്നത്, ഞാൻ കൊടുക്കുന്നത്? അതൊന്ന് പറഞ്ഞു തരണം എനിക്ക്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയപ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു, വല്ലാതൊരു അപ്പൂപ്പൻ. അപ്പൊ എനിക്ക് എന്റെ അച്ഛന്റെ ഒക്കെ പ്രായമുണ്ട്, അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പൊ എനിക്കിങ്ങനെ അയാളോട് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല, എന്റെ മുഖത്തും നോക്കുന്നില്ല. ഞാൻ മെല്ലെ പമ്മി പോയി അയാളുടെ അടുത്ത് പോയിട്ട് ആരും കാണാണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ 100 രൂപ വെച്ച് കൊടുത്തിട്ട് അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത് വലിയ സന്തോഷമായി കാണുമായിരിക്കും. ഞാൻ തിരിഞ്ഞു പോലും നോക്കാതെ ഇങ്ങ് പോകുന്നു. അപ്പൊ അത് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ ഒന്ന് പറഞ്ഞു തരണം. എപ്പോഴും എന്റെ മനസ്സിൽ പണ്ടേ ഉള്ളൊരു ചോദ്യം, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ എന്ന്. എന്നാൽ എനിക്ക് വേറൊരു വിഷമം കാണുമ്പോ അവർക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് 100 രൂപ ആയിക്കോട്ടെ, പക്ഷെ അവർക്കത് കൊടുക്കുമ്പം എനിക്ക് ദൈവം തരുമെന്നുള്ള ചിന്തയില ഞാൻ കൊടുക്കാറുള്ളത്. അപ്പൊ അത് സാർ എനിക്കൊരു ഇത് പറഞ്ഞു തരണം. എപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം. എന്നിട്ട് ദൈവം തരാറുണ്ടോ?
ദൈവം തരുന്നതുകൊണ്ടാണ് സാർ ഇത്രയും നാൾ നമ്മൾ ജീവിച്ചില്ലേ, പോയില്ലേ, ഇത്രയും പോയില്ലേ, ദൈവം തരുന്നത് കൊണ്ട് തന്നെയാണല്ലോ. അതെ, പിന്നെന്തിനാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്? ചോദിച്ചതിന്റെ കാര്യം നമ്മൾ ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൊടുക്കാവോന്ന് എങ്ങനെയാ സാറ് പറഞ്ഞിട്ട്. നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തുന്നുണ്ട്. ദൈവം എനിക്ക് മറ്റൊരു വഴിയെ തരുന്നുണ്ടെന്ന്. പിന്നെ നിങ്ങൾക്ക് എന്താണ് അതിനകത്തുള്ള കാര്യമുള്ളത്? ദൈവം തരുന്നു, നിങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ വിചാരിച്ചിട്ടാ കൊടുത്തത്. ഇനിയിപ്പോ ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇനിയിപ്പോ ഇങ്ങനെ കൊടുക്കുന്നത് തെറ്റോ ശരിയോ? എനിക്ക് അങ്ങനെ കാണുമ്പോ ഭയങ്കര പാവമാ, എല്ലാവരും പാവമായിട്ടേ തോന്നുള്ളൂ, അതുകൊണ്ട് ചെയ്യുന്നത് സാറേ. അധികമൊന്നും ഇല്ല, 10 രൂപയ്ക്ക് 10 രൂപ നമ്മൾ കൊടുക്കുമ്പോ അതല്ല അവർക്കൊന്നും ഉഷ, ഇനിയിപ്പോ നിങ്ങൾ അത് കൊടുക്കുന്നത്, നിങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, തെറ്റാണോ എന്നുള്ള ഭീതി നിങ്ങൾക്കുണ്ട്. ഇനി ഞാൻ ഇനി ഇന്നലെ കണ്ട ഞാൻ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? എന്ത് മാറ്റം ഉണ്ടാവും? അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് കേട്ടോളൂ, ഇത് പറഞ്ഞുതരാം. വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാളത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നറിയോ? നിങ്ങൾക്കിത് കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവുകയും അയ്യോ സാറ് കൊടുക്കരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഭയങ്കരമായ മാനസിക സംഘർഷത്തിലേക്ക് എത്തും. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഇനി ഞാനത് ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പല സ്ഥലത്തും കൊടുക്കാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കൊടുത്തത് ഗുണകരമായി മാറിയില്ല എന്നുള്ള എവിടെയെങ്കിലും ഒരു കുറ്റബോധം വരികയും ചെയ്താൽ അതും നിങ്ങൾക്ക് വിഷമുണ്ടാക്കും. ഇത് രണ്ടും വിഷമമാണ്. അതുകൊണ്ട് ഈ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് സ്വയം വിശകലനം ചെയ്താൽ മാത്രം മതി. അപ്പോൾ കൊടുക്കേണ്ടതിനെയും കൊടുക്കേണ്ടാത്തതിനെയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊന്നിനെയും ഇന്നത് ചെയ്യുന്ന ഇതില് ഒരു കൃത്യമായി പറയാം, മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിൽ നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ ഇതേ കാര്യത്തെ പറയുന്നുണ്ട്. ശരിയായ, അതായത് ജ്ഞാനോദയം എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുക. അതിനകത്ത് നമ്മൾ 5 കാര്യങ്ങളെ പറയുന്നത്: ശരിയായ ഉദ്ദേശം, ശരിയായ കാഴ്ചപ്പാട്, ശരിയായ എന്താ പറയാ നമ്മളുടെ അങ്ങനെ 5 കാര്യങ്ങളെ പറ്റി പറയുന്നു. നമുക്ക് മറ്റൊരാൾക്ക് അതിനെ നിർണ്ണയിക്കാൻ സാധ്യമേ ഇല്ല. എന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്നും ആ കാഴ്ചപ്പാട് ഏതാണ് ശരിയെന്നും നിർണ്ണയിക്കാനും തീരുമാനിക്കാനുമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവനവന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരാളെയും അല്ല. പക്ഷെ മറ്റൊരാൾ അത് നൽകുമ്പോൾ അത് നമ്മളെ ഏത് രീതിയിലായിരിക്കും കൊണ്ടുപോകുക എന്നറിയണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇൻഡ്യൂഷനെ നമ്മൾ അവിടെ കേട്ടാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇയാളെ കാണുമ്പോൾ കൊടുക്കൂ എന്നാണ് ഇൻഡ്യൂഷൻ പറയുന്നതെങ്കിൽ കൊടുത്തിട്ട് പോവുക. പക്ഷെ അതിന്റെ ഫലം, അതിൽ നിന്നുണ്ടാവുന്ന എനർജി എടുക്കാനായിട്ട് ശ്രമിക്കരുത്. ആ എനർജി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മാത്രം വയ്ക്കുക. അതായത് ഭഗവാൻ അർജുനോട് ഉപദേശിച്ച പോലെ തന്നെ ധർമ്മത്തിലൂന്നിയുള്ള കർമ്മം ചെയ്തങ്ങ് പോയിക്കൊള്ളുക. അതിന്റെ റിസൾട്ട് എടുക്കാൻ നീ ആളല്ല. അതിന്റെ എനിക്ക് അതുകൊണ്ട് നന്മയുണ്ടാവട്ടെ, എനിക്ക് അതുണ്ടാവട്ടെ എന്നാണെങ്കിൽ ഇറ്റ്സ് കണ്ടീഷൻസ്, അത് വർക്ക് ചെയ്യില്ല. ആ എനർജി ചിലപ്പോ നമ്മുടെ തിരിച്ചടിച്ചെന്ന് വരാം. കാരണം അവരങ്ങനെ ആവാൻ കാരണം അവർക്കൊരു കർമ്മഫലമുണ്ട്. ആ കർമ്മഫലത്തെ നിങ്ങളായിട്ട് പോയിട്ട് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കർമ്മഫലത്തെ ഏറ്റെടുക്കാനുള്ള വഴികളൊന്നും തുറന്നു വെക്കരുത്. കൊടുക്കുക, പോവുക. കണ്ടീഷൻ സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് അവിടെ ആ കർമ്മം ഒക്കെ കൊടുക്കുക, കഴിഞ്ഞു. അവിടേക്കുള്ള ഒരു പരിപാടി കഴിഞ്ഞു. അതിനപ്പുറത്തേക്കുള്ള ഒരു കണ്ടീഷൻസും അവിടെ അപ്ലൈ ചെയ്യരുത്. ഇതാണ് ഏറ്റവും. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞത്, ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്ന് പറഞ്ഞതിന്റെ സത്യം എന്താന്ന് വെച്ചാൽ, ഈ കൈയിൽ കൊടുക്കുന്ന അപ്പോൾ അതിനുണ്ടാവുന്ന എനർജിയെ എടുക്കാനായിട്ട് ഈ കൈ ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് അടി കിട്ടും. കൊടുക്കുക, അങ്ങ് പോവുക. ഇത് മാത്രം മുന്നോട്ട് പോയാൽ ശരിയാവും. കൊടുക്കുക, കൊടുക്കാതിരിക്കുക, എന്ത് വേണം ചെയ്തോളൂ. പക്ഷെ അതുപോലെ തീരുമാനം നമ്മുടെ മാത്രമായിരിക്കണം. അതിനകത്ത് മറ്റൊരു ശക്തിയും ഇടപെടരുത്. താങ്ക് യു വെരി മച്ച്. ഒരു ചോദ്യം. അറിയണ്ട സാർ, ഇൻട്യൂഷനും കൺഫ്യൂഷനും കൂടി എങ്ങനെ തിരിച്ചറിയാം? എന്റെ ദൈവമേ, അങ്ങനെ ഒരു ചോദ്യം. അതോ ഇതോ എന്നൊരു ഇത് വരത്തില്ലേ? അതോ ഇതോ എന്ന് പറയുന്നതാണെങ്കിൽ അത് ഇൻട്യൂഷൻ അല്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നൽ വരുന്നത് ഇൻട്യൂഷൻ. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമുക്ക് ആദ്യം വന്ന് കേറുന്ന ചിന്ത ഇൻട്യൂഷൻ. അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡില് അത് വേണോ, അങ്ങനെ വേണോ എന്ന് വരുമ്പോ അതാണല്ലോ ഈ പറഞ്ഞത്. അതിലേക്ക് പോകാതെ അത് കണ്ടുപിടിക്കണ്ടേ, അതിലേക്ക് പോകാതെ ഇത് തിരിച്ചറിയണ്ടേ? അല്ല, നമ്മൾ കൃത്യമായാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് ആദ്യം വരുന്ന തോട്ട്സും കൃത്യമായിരിക്കില്ലേ?
ഇത് എപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്? എപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത് അറിയോ? എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തപ്പോഴാണ്. എനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തപ്പോഴാണ് എനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തപ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ശരി ശരി. എനിക്ക് എന്നെ വിശ്വാസമാണ്, എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. എനിക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ തൊട്ടടുത്ത് കൺഫ്യൂഷൻ ആണ്. അപ്പോ അവരോട് ചോദിക്കും, മറ്റൊരാളോട് ചോദിക്കും, മറ്റൊരാളോട് ചോദിക്കും, ഇവരോട് ചോദിക്കും, എന്നിട്ട് എല്ലാം കൂടി മിക്സപ്പ് ആകും. അവസാനം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ശരി ശരി സാർ, ശരി സാറേ. ഇൻഡ്യൂഷൻ, ഞാൻ ഒന്നുകൂടി പറയാം, നേരത്തെ പറഞ്ഞു ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇൻഡ്യൂഷൻ, നല്ല ഇൻഡ്യൂഷൻ ഉണ്ടാവണം, നല്ല പ്രോസസ്സിലൂടെ കടന്നു പോകണം. അങ്ങനെ എല്ലാവർക്കും ഉള്ളിൽ തോന്നുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നില്ല. കാരണം ഒരു മിനിറ്റ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ ബുദ്ധിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ അതിനെ ബ്രെയിൻ അല്ലേ, അതായത് നമ്മുടെ കൃത്യമായ പാകപ്പെടുത്തൽ ഇല്ലാത്ത ബ്രെയിനിൽ നിന്നുണ്ടാകുന്ന ഇൻഡ്യൂഷൻ കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ ആദ്യം നമ്മുടെ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തതിന്റെ ഇൻഡ്യൂഷൻ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ എല്ലാ ഇൻഡ്യൂഷനും കറക്റ്റ് അല്ല. അതിന് പ്രോസസ് ഉണ്ട്. ഇൻഡ്യൂഷൻ കറക്റ്റ് ആക്കാനായിട്ട് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. നമ്മുടെ മനസ്സിനെ താതാത്മ്യം, മനസ്സും ശരീരവും ആത്മാവുമായി താതാത്മ്യപ്പെടുത്തണം. ആത്മാവ് പറയുന്നത് മനസ്സിന് കേൾക്കാനുള്ള സാവകാശം ഉണ്ടാവണം. അതിനനുസരിച്ച് ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങണം. അങ്ങനെ നിൽക്കുമ്പോൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നെറ്റുമായി ദൈവികമായിട്ടുള്ള കണക്ടിവിറ്റി സ്ട്രോങ് ആയി നിൽക്കണം. അപ്പോൾ മാത്രമാണ് കൃത്യമായി ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പീനിയൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ ബ്രെയിനിലുള്ള പീനിയൽ ഗ്ലാൻഡ് കൃത്യമായി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ കൃത്യമായി ഇൻഡ്യൂഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഉണ്ടാവില്ല. പ്രോസസ്സാണിത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പഠിച്ചെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. സ്പിരിച്വൽ ആയിട്ടൊക്കെ പഠിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ എല്ലാം ശരിയാകുന്നില്ല. ഒരു വലിയ തീരുമാനം എടുക്കാൻ നേരത്തെ ഇത് വലിയൊരു അബദ്ധം പറ്റി. അതാണ് അത് അങ്ങനെ ചിന്തിച്ചത്. എന്നും അത് ചിന്തിക്കും, അത് ഇൻഡ്യൂഷൻ ആയിരുന്നല്ലോ, അത് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരു എപ്പോഴും ഉണ്ട്. മെഡിറ്റേഷൻ സമയം കേട്ടോ, കുറെ സമയം എടുത്ത് ക്ലാസ് അല്ലേ, ഇത് ഉദ്ദേശിച്ചില്ല. താങ്ക് യു സർ. ജോയിൻ ചെയ്യുന്നവരൊക്കെ, ക്ലാസ് ജോയിൻ ചെയ്യുന്നവരെ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ, മറ്റേ മെഡിറ്റേഷൻ ഇതില്. ശരി, താങ്ക് യു. എന്താ പത്മം? എനിക്ക് തൈറോയിഡ് ഉള്ള കാരണം ഞാൻ സാർ പറഞ്ഞല്ലോ, തൈറോയിഡ് ഉള്ള കാരണമാണ്. അപ്പോ എനിക്ക് കഴിഞ്ഞ 2 ക്ലാസ് കഴിയുമ്പോ കേൾക്കുന്നില്ല കേട്ടോ, ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, നമുക്ക് എന്റെ ദിവസം പറയാം കേട്ടോ. ശരി, സമയം.